जराधा माधव कुंज बिहारी जराधा माधव कुंज बिहारी गोपी जन वल्लभा गिरवरधारी गोपी जन वल्लभा गिरवरधारी यशोदनंदन व्रज जनरंजन यशोदनंदन व्रज जनरंजन यशोदानंदन व्रज जनरंजन यशोदानंदन व्रज जनरंजन यमुना तीरावनचारी यमुना तीरावनचारी जराधा माधव कुंज बिहारी जराधा माधव कुंज बिहारी ज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मीलितं येन तस्मै श्रीगुरुवे नमः। मूकं करोति वाचालं पङ्गुल्यं यदेकं यत्कृपातमहं वन्दे श्रीगुरुं दिनतारिणं परमानन्दमाधवं श्रीचैतन्यमीश्वरं। नमो विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते नमो विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिनिधि नामिने नमस्ते सारस्वती देववाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्यदेशतारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्तवृंद हरे कृष्ण 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 हरे 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 राम 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 हरे। जय जय श्री चैतन्य जय नित्यानंद जय द्वैत चंद्र जय गौर भक्तवृंद जय जय श्री चैतन्य जय नित्यानंद जय द्वैत चंद्र जय गौर भक्तवृंद। हरे कृष्ण तत्सत्। नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो മാതാജി ഭഗവതായ ഹരേ കൃഷ്ണ കേൾക്കുന്നില്ല ഹരേ കൃഷ്ണ മാതാജി ഹരേ കൃഷ്ണ കേൾക്കുന്നില്ല കേൾക്കുന്നുണ്ട് ഹരേ കൃഷ്ണ കേൾക്കുന്നില്ല കേൾക്കാൻ പറ്റുന്നു ഓക്കെ ഓക്കെ ഹരേ കൃഷ്ണ ഹരി ഓം തത്സത് ഹരേ കൃഷ്ണ സോറി ഞാൻ ഇതാ ടോപ്പിക് എന്താണെന്നൊന്നും അറിയില്ല മാതാജി ഇപ്പോഴാ വിളിച്ചിട്ടുണ്ടായിരുന്നു അതെ രണ്ടാമത്തെ ക്ലാസ് ആണ് എന്റേത് രണ്ടാമത്തെ ക്ലാസ്സിനാണ് ഞാൻ കയറുന്നത് ഞാനൊരു 2 ക്ലാസ് എടുത്ത് 2-3 ക്ലാസ് എടുത്ത് കഴിഞ്ഞു തോന്നുന്നു അതെ അതെ ഞാൻ മിനിഞ്ഞാന്ന് ക്ലാസ് കയറി തുടങ്ങിയത് ഓ മാതാജി ഇന്ന് തുടങ്ങിയാണ് ക്ലാസ് 2 ദിവസമായിട്ട് ക്ലാസ് കയറി തുടങ്ങിയിട്ടുള്ളൂ അതെ അപ്പൊ വല്ലപ്പോഴേക്കേ വരാറുള്ളൂ ഇനി ഞാൻ നിങ്ങളപ്പം ഇതുപോലെ കണ്ടിന്യൂഷനിൽ പഠിക്കണില്ല നിങ്ങൾക്ക് ആകുമ്പോൾ കണ്ടിന്യൂഷൻ ഉണ്ട് സോ ബെറ്റർ എനിവേ കൃഷ്ണാസ് മെർസി എന്തെങ്കിലും നമുക്ക് ഇതിനെ കുറിച്ച് എന്തെങ്കിലും സംസാരിക്കാൻ പറ്റുമെന്നൊക്കെ ഞാൻ ശ്ലോകം ഒന്നും നോക്കിയിട്ടൊന്നുമില്ല എന്നോട് ക്ഷമിക്കണം കുറച്ചുകൂടെ നേരത്തെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചാൽ കുറച്ചുകൂടെ നമ്മൾ പഠിക്കും ഇതിനെ നമ്മൾ ക്ലാസ് എടുക്കാന്ന് പറയുമ്പോൾ ഡെയിലി വായിക്കുന്നേക്കാളും കുറച്ച് പഠിക്കാനായിട്ട് എടുക്കുമ്പോൾ കുറച്ചും കൂടെ നല്ല ഒരു സുഖം ഉണ്ടായിരിക്കും ആക്ച്വലി സ്പിരിച്വൽ നോളജ് ഗെയിൻ നേടുമ്പോഴാണ് നമുക്ക് ബ്രഹ്മബോധ അവസ്ഥയിലേക്കൊക്കെ വരികയുള്ളു അമ്മ ഫസ്റ്റ് ഭാഗവതം ഭഗവത്ഗീത ഒക്കെ പഠിച്ചതാണോ അമ്മ ക്ലാസ്സിൽ ഇങ്ങനെ സംസാരിക്കുന്നു ഞാൻ ക്ലാസ് എടുക്കുകയാണ് ഞാൻ സംസാരിക്കുന്നില്ല ഓക്കെ ഹരേ കൃഷ്ണ
ചൈതന്യ ചരിതാമൃതം ആക്ച്വലി ഭഗവത്ഗീത ഭാഗവതം ഒക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് പഠിക്കുന്നതാണ് ശരിക്കും നോർമലി നമ്മൾ ചെയ്യാറ്. ഭഗവത്ഗീത പഠിച്ചു കഴിഞ്ഞ് 1, 2, 3 പ്രാവശ്യം പഠിച്ച് ഭാഗവതം ഒരു ഫുൾ പ്രഭാതരുടെ 18 ബുക്ക് സെറ്റ് പഠിച്ച് അത് കഴിഞ്ഞ് നമ്മൾ ചൈതന്യ ചരിതാമൃതം വായിച്ചു തുടങ്ങും. ചൈതന്യ ചരിതാമൃതം എന്ന് പറയുന്നത് കുറച്ചും കൂടി PhD ലെവലിലേക്ക് പോകുന്നത് കൊണ്ട് തന്നെ കുറെ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ക്ലാസ്സിൽ ഇരിക്കുന്നതും പഠിക്കുന്നതും നന്നായിരിക്കും. ജസ്റ്റ് ഈവൻ വായിക്കുന്നതാണെങ്കിൽ പോലും നമ്മൾ റെക്കമെൻഡ് ചെയ്യാറില്ല കൂടുതലും. ക്ലാസ്സുകളൊക്കെ ഇങ്ങനെ സ്ഥിരം അറ്റൻഡ് ചെയ്യുന്നവർക്ക് റയറായിട്ടൊക്കെ ഇടയ്ക്ക് വരുന്നവർക്ക് കേൾക്കാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പഠിക്കുമ്പോഴാണ് അതിന്റെ ഒരു ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. ചില ആൾക്കാര് പ്രഭുപാദരുടെ ഒരുപാട് ചെറിയ ചെറിയ ബുക്കുകളുണ്ട്. ആ ബുക്കുകളൊന്നും വായിച്ചിട്ടുണ്ടാവില്ല. ഭഗവത്ഗീത പഠിക്കുന്നുണ്ടാവും, ഭാഗവതം എടുത്തിട്ട് ബുക്കുകൾ മുഴുവൻ ഇരുന്ന് വായിക്കുന്നുണ്ടാവും. അതിലെ മനസ്സിലാക്കണമെങ്കിൽ കുറച്ച് ടഫ് തന്നെയാണ്. പക്ഷെ വായിച്ച് പോകുകയായിരിക്കാം. അത് കഴിഞ്ഞ് ചൈതന്യ ചരിതാമൃതം വായിക്കുന്നുണ്ടാവും. പ്രഭുപാദരുടെ ഒരുപാട് ചെറിയ ബുക്സുകൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് സ്ക്രൂട്ടനൈസിംഗ്ലി പഠിക്കുകയാണെങ്കിൽ ഇതൊക്കെ വായിക്കുമ്പോൾ വളരെ ഈസിയാണ്. കാരണം പ്രഭുപാദരുടെ ലെക്ചേഴ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഈ ചെറിയ ചെറിയ ബുക്കുകളിലൊക്കെ. അപ്പൊ ഇംഗ്ലീഷ് ലെക്ചേഴ്സ് കേൾക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് മലയാളം ബുക്കുകൾ ചെറുതുണ്ടാവും, അതെടുത്ത് പഠിക്കുകയാണെങ്കിൽ ഗുണം ചെയ്യും. സോ ബെറ്റർ എപ്പോഴും ചൈതന്യ ചരിതാമൃതം കുറച്ചും കൂടി ആയിട്ട് പഠിക്കുന്നത് എന്ന് തോന്നുന്നു. നമ്മളാരൊന്നും പഠിക്കണില്ല, ആക്ച്വലി ഒക്കെ വായിച്ച് പോകുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഞാനിന്ന് എടുക്കുന്ന ഭാഗം 208 ആണ് മാതാജി പറഞ്ഞത്. 208 മത്സേവയാ പ്രതീതം തേ സാലോക്യാദി ചതുഷ്ടയം നേച്ഛന്തി സേവയാ പൂർണ്ണ കുതോന്യത് കാലവിപ്ലുതം. മത്സേവയാ പ്രതീതം തേ സാലോക്യാദി ചതുഷ്ടയം നേച്ഛന്തി സേവയാ പൂർണ്ണ കുതോന്യത് കാലവിപ്ലുതം. മത് എന്റെ സേവനത്താൽ പ്രതീതം നേടി തേ അവർ സാലോക്യാദി ചതുഷ്ടയം 4 വിധത്തിലുള്ള ന ഇച്ഛന്തി ആഗ്രഹിക്കില്ല, സേവനത്താൽ പൂർണ്ണമായി ഉദ ഇവിടെ അന്യത് മറ്റു കാര്യങ്ങൾ കാലവിപ്ലുതം കാലാന്തരത്തിൽ നഷ്ടപ്പെടുന്നു. മത്സേവയാ പ്രതീതന്തി സാലോക്യാദി ചതുഷ്ടയം നേച്ഛന്തി സേവയാ പൂർണ്ണഃ കുതോന്യത് കാല വിപ്ലുതം. വിവർത്തനം ഭാവാർത്ഥം ശീലപ്രഭുപാദ്. എന്റെ സേവനത്തിലൂടെ തങ്ങളുടെ ആഗ്രഹപൂർത്തി വരുത്തിയ എന്റെ ഭക്തന്മാർ അത്തരം സേവനത്താൽ അനായാസം ആർജിക്കാവുന്ന ചതുർവിധ മോക്ഷങ്ങൾ പോലും സ്വീകരിക്കുകയില്ല. അപ്പോൾ പിന്നെ കാലാന്തരത്തിൽ നഷ്ടപ്പെടുന്ന മറ്റെന്തെങ്കിലും സുഖങ്ങൾ അവരെന്തിന് സ്വീകരിക്കും? ഇവിടെ 2 കാര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന് മുക്തിയെ കുറിച്ച് പറയുന്നു, രണ്ടാമത് ഭുക്തിയെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോ ഒരു മിനിറ്റ്, ഞാൻ ഫാൻ അപ്പൊ എന്റെ സേവനത്തിലൂടെ തങ്ങളുടെ ആഗ്രഹപൂർത്തി വരുത്തിയ എന്റെ ഭക്തന്മാര് അത്തരം സേവനത്താൽ അനായാസം ആർജിക്കാവുന്ന ചതുർവിധ മോക്ഷങ്ങൾ പോലും സ്വീകരിക്കുകയില്ല. അപ്പൊ ഇവിടെ ഇതിന് തൊട്ട് മുമ്പുള്ള ശ്ലോകത്തില് മോക്ഷത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, എത്ര തരം മോക്ഷങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഭാഗവതത്തിൽ നമ്മൾ പഠിക്കുന്നതാണ്. 5 തരത്തിലുള്ള മോക്ഷങ്ങളുണ്ട്. 5 തരത്തിലുള്ള മോക്ഷങ്ങള് ഭക്തന്മാർക്ക് ആവശ്യമില്ല. അതിൽ പ്രത്യേകിച്ച് 4 തരം മോക്ഷങ്ങൾ ഭക്തന്മാർക്കുള്ളത് തന്നെയാണ്, അല്ലെങ്കിൽ ഭക്തന്മാരും ആത്മീയ പാതയിലുള്ളവർക്ക് എല്ലാവരും സ്വീകരിക്കാവുന്നതാണ്. മോക്ഷം എന്ന് പറയുന്നത് തന്നെ ഈ ഭൗതിക ലോകത്തിലെ മിസറീസിൽ നിന്ന് മോചനം കണ്ട ഭൗതിക അസ്തിത്വത്തിൽ നിന്നുള്ള മോചനമാണ് മോക്ഷം എന്ന് പറയുന്നത്. അപ്പോ ഈ ഭൗതിക ശരീരം ഒരു ക്ലേശപൂർണമാണെന്നും ഈ ഭൗതിക ശരീരം ഇനി എടുക്കണ്ടെന്നും ഈ ലോകമേ നമുക്ക് ആവശ്യമില്ല എന്നും
ബന്ധങ്ങളും ശരീരങ്ങളും അവരുടെ ശരീരത്തിനെ തന്നെ അവർക്ക് അതുകൊണ്ടാണ് ശരീരത്തിനോട് പോലും അവർക്ക് മമതയില്ല. അത്ര കായക്ലേശം ശരീരക്ലേശം അനുഭവിക്കണം. കാരണം അത്രയ്ക്കും ഡിറ്റാച്ച്മെന്റ് ശരീരത്തിനോട് വരുത്തണമെങ്കിൽ നമുക്കെല്ലാവർക്കും നമ്മുടെ പ്രിയപ്പെട്ടതാണ് നമ്മുടെ ശരീരം. നമ്മുടെ ഒരു കൈ മുറിഞ്ഞു കഴിഞ്ഞാൽ കാലം മുറിഞ്ഞാലും നമ്മൾ ഏറ്റവും കൂടുതൽ അതിനെത്രത്തോളം പണം സമ്പാദിച്ച് അതിനെ എങ്ങനെ റിപ്പയർ ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ നോക്കും. അപ്പൊ ഈച്ച് ആൻഡ് എവറി കോർണറും നമുക്ക് വളരെ ആവശ്യമായിട്ടുള്ളത് കൊണ്ട് നമ്മൾ അതിനോട് കയറണം. അതിനോടൊക്കെ ഡിറ്റാച്ച്മെന്റ് വരിക, ലോകത്തിലുള്ള മറ്റുള്ള ബന്ധങ്ങളോട് ഡിറ്റാച്ച്മെന്റ് വരിക. മറ്റൊരു ഡിറ്റാച്ച്മെന്റ് വരിക എന്ന് പറയുമ്പോൾ തന്നെ അവർക്ക് എല്ലാവരെയും സമഭാവനയോടെ കാണണം എന്നുള്ളൊരു കണ്ടീഷനും വരും. അല്ലെങ്കിൽ എല്ലാവരെയും സമഭാവനയോടെ അവർക്ക് കാണാൻ പറ്റും. ഡിസ്ക്രിമിനേഷൻ ഇല്ല. ഇവര് ഡിവോട്ടി ആണെന്നും അവര് ഡിവോട്ടി അല്ല എന്നും. മഹാഭാഗവതരായിട്ടുള്ള ഭക്തന്മാരെ സംബന്ധിച്ച് അവർക്കൊന്നും ഡിസ്ക്രിമിനേഷൻ ഇല്ല. അവര് എല്ലാവരെയും ഇവര് ഡിവോട്ടിയാണ്, ഇവര് ഡിവോട്ടി അല്ല എന്നുമില്ല. അതുകൊണ്ട് തന്നെ മഹാഭാഗവതന്മാർക്ക് ഒരാളെ ഗ്രീച്ച് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് മഹാഭാഗവതരായിട്ടുള്ള പരമഹംസരായിട്ടുള്ളവരൊക്കെ അവര് ഒന്ന് സെക്കൻഡ് ലെവലിലേക്ക്, അധികാരിയിലേക്ക്, മധ്യമ അധികാരി ലെവലിലേക്ക് ഇറങ്ങി വന്നാലാണ് അവർക്ക് പ്രീച്ചിങ് ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ. എന്നാലേ അവർക്ക് ഭേദാഭേദങ്ങളെ കാണാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അവർ ഭക്തരല്ലാന്നും ഇതൊരു ഭക്തരാണെന്നും അവരങ്ങനെ ചെയ്യുന്നില്ല ഇങ്ങനെ ചെയ്യുന്നില്ല എന്നൊക്കെ അവർക്ക് കാണാൻ പറ്റും. മറ്റുള്ളവർ അങ്ങനെയല്ല. മഹാഭാഗവതരെ പോലെയും ഉത്തമ ഭക്തരായിട്ടുള്ള ആൾക്കാർക്ക് സത്യത്തിൽ അവർക്ക് ഒരു ആളെയും വേർതിരിച്ച് കാണാൻ പറ്റില്ല. മനുഷ്യനെയും മൃഗത്തെയും സാധാരണക്കാരെയും എല്ലാവരും ഒരുപോലെ കാണാനായിട്ട് കഴിയും. ചൈതന്യ മഹാപ്രഭു പറയണ മാതിരി സ്ഥാവരജംഗമന്തിക്ക് നാദ്യക്ക് താരമൂർത്തി. വേറെ എവിടെയൊന്നും കാണില്ല അവർക്ക്. സ്ഥാവരമോ ജംഗമോ എന്തായാലും അവർക്ക് കൃഷ്ണനെ മാത്രമേ കാണാൻ പറ്റുള്ളൂ. കൃഷ്ണൻ എന്ന് പറയുന്ന ആ ഡിവൈൻ ലവ്, ഡിവൈൻ സുപ്രീം, ആ സുപ്രീമിന്റെ പാർട്ട് ആൻഡ് പാർസലാണ് നമ്മളെല്ലാവരും ഒന്നും. എല്ലാവരും മുന്നിൽ നിന്ന് വന്നിട്ടുള്ളതാണെന്നും എല്ലാം മുന്നിലേക്ക് തന്നെയാണ് എത്തിച്ചേരുന്നതെന്നും അവർക്ക് ആ ബേസിക്കലി അവരോൾ എല്ലാവരും സോളുകളാണ്, ആത്മാക്കളാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ശരീരം പ്രതി ഓരോരുത്തരെയും കാണേണ്ട ആവശ്യമില്ല. എല്ലാ സോളും ഒരു മെയിൻ വലിയ സോളിന്റെ കൃഷ്ണന്റെ ഓരോ അംശങ്ങളാണ്. അപ്പൊ എല്ലാവരും അതിലെ മുത്തുകളിലും മാല കോർത്ത പോലെ എന്ന് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്ന പോലെ മധ്യപരതരൻ ഞാന് കിഞ്ചിതസ്ഥിതനുജയ മൈസർവം ക്രോധം സൂത്രമണികളാവും. എല്ലാം മണിയിൽ കോർത്ത പോലെ എല്ലാ ജീവജാലങ്ങളും ഭഗവാനിലുണ്ട്. അപ്പൊ ഭഗവാന്റെ അംശമാണ് മമൈ വംശ ജീവലോകം. ഇപ്പൊ എല്ലാം അവർക്ക് മനസ്സിലായി. അവിടെയാണ് സ്പിരിച്വൽ നോളജ് ഗെയിൻ ചെയ്യണം എന്ന് പറയുന്നത്. സ്പിരിച്വൽ നോളജ് ഉണ്ടെങ്കിലാണ് അവർക്ക് പറയുന്ന ആ സമദൃഷ്ടി അവർക്ക് വരാൻ പറ്റുള്ളൂ. അതിനാണ് സ്പിരിച്വൽ നോളജ് നേടിയെടുക്കുന്നത്. അപ്പൊ സ്പിരിച്വൽ നോളജ് നേടിയെടുത്ത് കഴിയുമ്പോൾ അവർക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവും. ബ്രഹ്മഭൂത പ്രസന്നാത്മ നശോചതി നകാംക്ഷതി സമസർവേഷു ഭൂതേഷു മദ്ഭക്തി ലഭതേ പരം. അതിനിടെ വേറെ ഇതില് അതാണ് 1854 പ്രഭുപാദർ എപ്പോഴും കോട്ട് ചെയ്യുന്ന ഒരു വേഴ്സാണ്. വളരെ എപ്പോഴെപ്പോഴും കോട്ട് ചെയ്യുന്ന ഒരു വേഴ്സാണ്. എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വേഴ്സും അത് തന്നെയാണ്. നമ്മുടെ ലൈഫ് നമ്മൾ എത്തേണ്ടതായ ഒരു പൊസിഷൻ ശരിക്കും അതാണ്. ഇപ്പൊ ബ്രഹ്മഭൂത അവസ്ഥയിൽ എത്താന്ന് പറയുമ്പോൾ ഐ ആം നോട്ട് ദിസ് ബോഡി, ഐ ആം ദ സ്പിരിറ്റ് സോൾ എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയാണ് ആ സാക്ഷാത്കാരത്തിന്റെ, ആത്മസാക്ഷാത്കാരം അല്ലെങ്കിൽ ബ്രഹ്മഭൂത അവസ്ഥ, സമദൃഷ്ടി എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ ലിബറേറ്റഡ് ആയിട്ടുള്ള സ്റ്റേജ് എന്ന് പറയുന്നതാണ് ബ്രഹ്മഭൂത അവസ്ഥ. അപ്പൊ ആ ഒരു അവസ്ഥയിലേക്ക് വരണമെങ്കിൽ, ശരീരമല്ല എന്നുള്ള ബോധത്തിലേക്ക് വരണമെങ്കിൽ കണ്ടീഷൻ പറയണം. ബ്രഹ്മഭൂത പ്രസന്നാത്മ ന ശോചതി ന കാംക്ഷതി. നമുക്ക് ശോചതി ഉണ്ടാവരുത്. എന്തെങ്കിലും നമ്മൾ കിട്ടിയിട്ടില്ല എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് അതിൽ വിഷമുണ്ടാവാൻ പാടില്ല. ന ശോചതി ന കാംക്ഷതി. എന്തെങ്കിലും കിട്ടണമെന്ന് നമ്മൾ ആഗ്രഹിക്കാൻ പാടില്ല. ഇന്നത് എനിക്ക് വേണം എന്നുള്ളതിൽ ആഗ്രഹം പാടില്ല. നശോചതി നകാംക്ഷതി സമസർവേഷു ഭൂതേഷു. എല്ലാ ഭൂതങ്ങളെയും ഒരുപോലെ കാണാനായിട്ട് സാധിക്കുന്നു. സമസർവേഷു ഭൂതേഷു മദ്ഭക്തിയും ലഭതേപരം. അങ്ങനെ വരുവാണെങ്കിൽ എന്നോടുള്ള ഭക്തി കൊണ്ട് മാത്രമേ കൃഷ്ണനെ അറിയാനായിട്ട് സാധിക്കുള്ളൂ. കൃഷ്ണനെ അറിഞ്ഞു കഴിഞ്ഞാൽ, ഭക്തി കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഭക്തിക്ക് വേണ്ടി വേറെ വഴി തേടണ്ട. ഭുക്തിയും മുക്തിയും ഒക്കെ പടിവാദിക്കൽ വന്ന് നിൽക്കും എന്ന് പറയുന്നു. അതുകൊണ്ട് ആത്മസാക്ഷാത്കാരത്തിന്റെ പാതയിൽ മാത്രം ഫോക്കസ് ചെയ്യുന്ന ആൾക്കാരുകള് അവർക്ക് കൃഷ്ണനെ അറിയണമെന്നൊന്നും ഇല്ല. അവർ സത്യത്തിൽ ആത്മാവിനെ ഒരു സോഴ്സ് ഉണ്ട്, മെയിൻ പരമസത്യം ഉണ്ട്, അബ്സല്യൂട്ട് ട്രൂത്ത് ഉണ്ട്. അവർക്ക് അത് കൃഷ്ണനാണെന്നൊന്നും അറിയണമെന്നില്ല, അല്ലെങ്കിൽ കൃഷ്ണനാണെന്നൊന്നും അവര് മനസ്സിലാക്കുന്നില്ല. അവരെ സംബന്ധിച്ച് ഒരു പരമസത്യമുണ്ട്, ഒരു ഡിവൈൻ പവർ ഉണ്ട്, ഡിവൈൻ ഉണ്ട്. അപ്പൊ അവർക്കറിയാം ഡിവൈനോടൊരു ഡിവൈൻ യൂണിയൻ, അതാണ് അവർ ആഗ്രഹിക്കുന്നത്. മെർജിങ് ആണ് അവർ.
ആ യൂണിയന് വേണ്ടിയിട്ടാണ് ആത്മസാക്ഷാത്കാരത്തിന്റെ പാത എന്ന് പറയുന്നത് തന്നെ. ആ ആത്മസാക്ഷാത്കാരത്തിന്റെ പാതയില് ഒരുപാട് ജ്ഞാനമാർഗം, യോഗമാർഗം, എല്ലാ മാർഗങ്ങളുണ്ട്. അപ്പൊ ആത്മസാക്ഷാത്കാരത്തിന് ബേസിക് ആയിട്ട് ആൾക്കാരെല്ലാവരും പറയും രാവിലെ ഞങ്ങള് വൈകിട്ടും ഒക്കെ ആയിട്ട് 1 മണിക്കൂറോളം പ്രാർത്ഥനകൾ ചൊല്ലും രാവിലെയും. ഒരുപാട് നാമബുക്കുകളുണ്ട്. അതിപ്പോ കൃഷ്ണന്റെ തന്നെയാണെന്നൊന്നുമില്ല, എല്ലാം ചൊല്ലും. നല്ലത് തന്നെയാണ്. ഒരു പ്യൂരിഫിക്കേഷനും ഒരു എലിവേഷനിലേക്ക് വരാനും ഒക്കെ നല്ലത് തന്നെയാണ്. ബട്ട് നമ്മളും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ഒരുപാട് ശ്രവണ കീർത്തനാദികൾ എപ്പോഴും ആവശ്യമാണ്. പക്ഷെ ശ്രവണ കീർത്തനാദികൾ എന്ന് പറയുന്നതില് നമ്മൾ ഈ പറയുന്ന സ്പിരിച്വൽ നോളജ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം നഹി ജ്ഞാനേന സദൃശം പവിത്രമിത് മുക്തി എന്ന് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നത്. സർവജ്ഞാന പ്ലവേനേനം പ്ലവേനൈവ വൃജനം സന്തരിഷതി. ജ്ഞാനമാകുന്ന ആ അഗ്നിയില് സകല കർമ്മങ്ങളും കത്തിച്ചാമ്പലാവും. നമ്മളെല്ലാവരും പ്രാരബ്ധ കർമ്മങ്ങളായിട്ട് കഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ എവിടെ സമയം പഠിക്കാനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തിനാ നമ്മൾ ഇതൊക്കെ ഇത്തരം നോളജ് നേടിയെടുക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ നോളജ് കിട്ടും തോറും നമ്മുടെ കർമ്മങ്ങളെല്ലാം ഇങ്ങനെ കത്തിച്ചാമ്പലാവും തുടങ്ങും. അപ്പോ ജ്ഞാനമാകുന്ന സർവജ്ഞാന പ്ലവേനേനം വൃജനം സന്തരിഷ, ജ്ഞാനമാകുന്ന തോണിയിലൂടെ നമ്മൾ സഞ്ചരിക്കുകയാണെങ്കിൽ നമുക്ക് ഇത്തരം പ്രാരബ്ധ ഘട്ടങ്ങളെയൊക്കെ മറികടക്കാനായിട്ട് പറ്റും. അപ്പൊ എത്രത്തോളം ജ്ഞാനം നേടിയെടുക്കുന്നത് അത്രത്തോളം സോളിന് അതിൻ്റെതായ പൊസിഷനിലേക്ക് എത്താൻ പറ്റും. സോളിന് അത്രയും പവർ ഉണ്ട്. നമ്മളുടെ മൈൻഡ് ബോഡിക്ക് ലെവലിൽ നിന്ന് ചിന്തിക്കുന്നതിനൊക്കെ അപ്പുറത്തേക്ക് നമ്മളെന്ന് പറയുന്ന സോളിന് പവർഫുൾ ആണ്. ഐ ആം ദ പവർഫുൾ സോൾ. എനിക്ക് എന്ത് ഇട്ട് തന്നാലും അതിനെ മുട്ടാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട് എന്ന് അറിയുമ്പോഴാണ് നമ്മൾ സ്പിരിച്വൽ പ്ലാറ്റ്ഫോമിലൊക്കെ പോകുമ്പോൾ, ഭക്തിയുടെ മാർഗത്തിലൂടെ ഒക്കെ പോകുമ്പോൾ നമുക്ക് ഒരുപാട് ക്ലേശങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സോളിന് അത്രയ്ക്കും കപ്പാസിറ്റി ഉണ്ടോ എന്നുള്ളത് നോക്കും. അപ്പൊ അങ്ങനെയൊക്കെ ടെസ്റ്റിങ് ചെയ്തു. അതാണ് നമുക്ക് നശോജതി നകാംക്ഷതി, നമുക്ക് കിട്ടണമെന്ന് ആഗ്രഹിക്കും. നമുക്ക് കിട്ടിയില്ലെങ്കിൽ നമ്മൾ ആകെ ഡെസ്പായി ആകെ തല്ലി പൊളിച്ച് ആകെ പ്രാന്താവും എന്നുള്ളൊരവസ്ഥ. അപ്പൊ ഇതൊക്കെ ഒരു സിറ്റുവേഷനൊക്കെ മറികടന്നാൽ മാത്രമാണ് ഒരു സോളിന് അതിൻ്റെതായ, കാരണം സോള് ഈ പറയുന്ന ഡിസ്ട്രെസ്സോ ദുഃഖങ്ങളോ ആകുലതകളോ വ്യാകുലതകളോ ഒന്നും സ്വീകരിക്കാൻ തയ്യാറല്ല. അതിനു വേണ്ടത് ലവ് ആൻഡ് അപ്രീസിയേഷൻ ആണ്. അത് ഇത്തരം കാര്യങ്ങളെ നെഗറ്റിവിറ്റിനൊന്നും അക്സെപ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻസ് നമ്മളായിട്ട് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നമ്മുടെ സോള് തന്നെ ആ ഒരു ഭാഗങ്ങൾ വീക്കായി കൊണ്ടിരിക്കും. സോ സോളിന് അതിൻ്റെതായ തനതായ ഒരു പൊസിഷനിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്ന സാക്ഷാത്കാരത്തിന്റെ മാർഗങ്ങൾ. അപ്പൊ ആത്മീയവാദികൾ അത് മനസ്സിലാക്കുകയാണ്. ഐ എം നോട്ട് ദിസ് ബോഡി, ഞാൻ സോളാണ്. അപ്പോ അതുകൊണ്ടാണ് മോക്ഷത്തിലേക്ക് അവർ കോൺസെൻട്രേറ്റ് ചെയ്യണം. മോക്ഷത്തിൽ 5 തരം മോക്ഷമുണ്ട്. അപ്പൊ അവർക്ക് ആ മോക്ഷത്തില് 5 തരം മോക്ഷത്തെ കുറിച്ച് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. സോ ഐ എം നോട്ട് റിപ്പീറ്റിംഗ് ദാറ്റ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇതിനു മുമ്പ് ഞാനും ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. സോ ആ 5 തരം മോക്ഷത്തിലും നമുക്ക് സാക്ഷാൽ ഭക്തന്മാരെ സംബന്ധിച്ച് ഫോക്കസ് ചെയ്യില്ല. കാരണം ഭക്തന്മാര് ആത്മീയമായോ ഭൗതികമായിട്ടുള്ള പ്രാർത്ഥനകളല്ല ഭഗവാന്റെ അടുത്ത് സമർപ്പിക്കുന്നത്. ആത്മീയമായിട്ടും ഇല്ല പ്രാർത്ഥന, ഭൗതികമായിട്ടും ഇല്ല പ്രാർത്ഥന. അപ്പോ നമ്മളിപ്പോ ഈ ചെയ്യുന്നത് ആത്മീയമല്ലേ എന്ന് ചോദിക്കും. നമ്മൾ ചെയ്യുന്നത് ആത്മീയമാണ്. ആത്മീയം എന്ന് പറയുന്നത് സോളിനെ ബേസ് ചെയ്തിട്ട്. അപ്പോ നമ്മൾ ഇവിടെ ശരിക്കും ആത്മീയ പാതകൾ ഇതല്ലാതെയും ഒരുപാട് മാർഗങ്ങളുണ്ട്. നമ്മൾ എടുത്തിരിക്കുന്നത് കൃഷ്ണാബോധമാണ്. കൃഷ്ണാബോധത്തില് ഭുക്തിയും മുക്തിയും എവറിത്തിങ് ഈസ് ദർ. കാരണം എല്ലാം ചെന്ന് അവസാനിക്കുന്നത് ഡിവൈൻ ലവ് ആണ്. ആ ഡിവൈൻ ലവിലേക്കാണ് എല്ലാം എത്തിച്ചേർന്നത്. ബട്ട് അവർക്ക് ഡിവൈൻ എന്ന് പറയുന്നത് ഒരു ശൂന്യമായിട്ടോ ബ്രഹ്മമായിട്ടോ ജ്യോതിസായിട്ടോ ഒക്കെ കരുതുന്നുണ്ടെങ്കിൽ ആക്ച്വൽ ഡിവൈൻ എന്ന് പറയുന്നത്, ആക്ച്വൽ പരമസത്യം എന്ന് പറയുന്നത് കൃഷ്ണനാണ്. അപ്പൊ അത് നമുക്ക് മനസ്സിലായി. നമ്മൾ ആരാണെന്നും കൃഷ്ണന്റെ എറ്റേണൽ സെർവൻസ് ആണെന്നും നമ്മൾ എറ്റേണൽ സോൾസ് ആണെന്നും നമ്മൾ ഇവിടെയെല്ലാം നമ്മുടെ ഈ ലോകം നമ്മൾ ഇവിടെ എന്നാൽ പ്യുവർ ഡിവോഷണൽ സർവീസ് ചെയ്യാൻ പറ്റില്ല. പ്യുവർ ഡിവോഷണൽ സർവീസ് നമുക്ക് ശരിക്കും യഥാർത്ഥത്തിൽ എവിടെയാണ്? ഭഗവാന്റെ ധാമിലാണ്. നമ്മുടെ പ്യുവർ സ്പിരിറ്റ് സോൾ, നമ്മളെന്ന് പറയുന്ന നമ്മുടെ യഥാർത്ഥ സ്വരൂപം ആക്ച്വലി സ്പിരിച്വൽ വേൾഡിൽ തന്നെയാണ്. അവിടേക്ക് നമ്മളിപ്പോ വന്ന ആ ടെമ്പററി ലോകത്തിലേക്ക് നമ്മൾ വന്നിട്ടുള്ള നമ്മുടെ മായ ബോഡി അല്ലെങ്കിൽ നമ്മുടെ ഭൗതിക ശരീരത്തിൽ നിന്ന് നമ്മളുടെ ഇപ്പൊ ഈ ട്രൂ സെൽഫിൽ ഇപ്പൊ ഉള്ള സെൽഫ് അതിന്റെ സ്വരൂപം നേടിയെടുത്താൽ മാത്രമേ ഭഗവാനിലേക്ക് എത്താൻ പറ്റൂ. സോ അതിനാണ് നമുക്ക് അതുകൊണ്ടാണ് ഇവിടെ ആളുകൾ എല്ലാവരും മുക്തി നേടണം എന്ന് വിചാരിക്കുന്നത്.
കാരണം ഇവിടുന്ന് മുക്തി കിട്ടണം, ഇവിടുന്ന് രക്ഷ കിട്ടിയാൽ മാത്രമേ അവർക്ക് ലിബറേറ്റഡ് സ്റ്റേജിലേക്ക് പോകാൻ പറ്റുള്ളൂ. അവരെല്ലാവരും മുക്തി നേടുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭൗതിക മിസറീസിനെ സഹിക്കാൻ വയ്യാത്തത് കൊണ്ടാണ്. ഈ ഭൗതിക മിസറീസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് അവരെല്ലാവരും മുക്തിക്ക് വേണ്ടി ചിന്തിക്കുന്നത്. അവർക്ക് അവിടെ മുക്തി കിട്ടിയിട്ട് അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യണമെന്നൊന്നും അറിയില്ല. അവർക്ക് മുക്തി കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ സോളിന്റെ ഈ ജനിമൃതികളിൽ നിന്നുള്ള ചക്രം അവസാനിപ്പിക്കുക, ഈ ദുരിതങ്ങളെ അവസാനിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോ ആക്ച്വലി സോളിന് ഇതിനെ അവസാനിപ്പിക്കുന്നതിനേക്കാൾ ഉപരി സോളിന് എപ്പോഴും ആനന്ദമാണ് ആവശ്യം. ആനന്ദമയോ അഭ്യാസം, അതിന് ജോയ്, ബ്ലിസ്, ഹാപ്പിനെസ്, ഈ സംഭവങ്ങളൊക്കെയാണ് അതിന് ആവശ്യമുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതെല്ലാം കൂടിയാണ് ഭഗവത് പാതാരബന്ധങ്ങളിലാണ് യഥാർത്ഥത്തിലുള്ള ആനന്ദം നിലനിൽക്കുന്നത്. കാരണം ഭഗവാൻ ഈ സുപ്രീം ഹിംസെൽഫ് ആനന്ദമയോ അഭ്യാസം, ആനന്ദത്തിലാണ്, പൂർണ്ണമായ ആനന്ദത്തിലിരിക്കുന്ന ഭഗവാനാണ്. ഇപ്പൊ ഭൗതികമായിട്ടുള്ള സുഖഭോഗങ്ങളിൽ ആളുകൾക്ക് താല്പര്യം കണ്ടെത്തുന്നത് എന്തിനു വേണ്ടി എന്ന് വെച്ചാൽ സുഖം കിട്ടാൻ വേണ്ടിയിട്ടാണ്, സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ആരും ഈ ലോകത്തിൽ സന്തോഷമില്ല. ഒന്ന് കിട്ടി, അതിൽ നിന്ന് കുറച്ചു നേരം സന്തോഷം കിട്ടി, കുറച്ച് കഴിയുമ്പോൾ അതിൽ തൃപ്തരല്ല, വീണ്ടും അടുത്തതിലേക്ക് പോകും. അങ്ങനെ ഭോഗത്തിനോടുള്ള ഭുക്തിയോടുള്ള ആഗ്രഹങ്ങൾ ഇങ്ങനെ കൂടി വരും. കാരണം സന്തോഷത്തിന് വേണ്ടിയിട്ട് അലയാണ്. ആത്മാവിന്റെ നാച്ചുറൽ പൊസിഷൻ എന്ന് പറയുന്നത് തന്നെ സന്തോഷിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് സന്തോഷത്തിന് വേണ്ടി ഈ ലോകത്തിൽ പരക്കം പറയുന്നത്. ഒന്നിനൊന്നിന് തൃപ്തി വരാതെ ഓടിക്കൊണ്ടേയിരിക്കും. ഒരു കാറുണ്ടെങ്കിൽ അതിനേലും നല്ല കാറ് വേണം, ഒരു വീടുണ്ടെങ്കിൽ അതിനേലും നല്ല വീട് വേണം. എല്ലാം ഒന്നിനു മേലെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കും. ബിക്കോസ് അത് സോളിന്റെ നാച്ചറാണ്, അതിന് അങ്ങനെ ആനന്ദിക്കുക എന്നുള്ളത്. പക്ഷെ യഥാർത്ഥത്തിലുള്ള ആനന്ദം എവിടെയെ കൊടുക്കുന്നുണ്ടോ? ഭഗവത് പാതാരബന്ധങ്ങളിലുള്ള ഭഗവാനോടുള്ള പരമപ്രയമായിട്ടുള്ള സേവനമാണ്, ഡിവൈൻ ലവ് ആണ്. അത് അവിടെ മാത്രമേ ഉള്ളൂ ആ യഥാർത്ഥത്തിലുള്ള ആനന്ദവും സ്നേഹവും നല്ലതാണ്. അതുകൊണ്ട് തന്നെ നമ്മള് ഭക്തന്മാര് എന്താണ് ഭഗവാന് വേണ്ടിയിട്ടുള്ള സേവനത്തിനല്ലാതെ, സേവനം എന്ന് ഉദ്ദേശിക്കുന്നത് കേവലം മീനിയൽ സർവീസ് അല്ല. നമ്മളുടെ ബോഡി കൊണ്ട് നമ്മൾ മറ്റുള്ള എല്ലാ സർവീസുകളും ചെയ്യും. എല്ലാവരും സേവനം എന്ന് വിചാരിക്കുമ്പോൾ ആക്ച്വലി എല്ലാ ആൾക്കാർക്കും പ്യുവർ ഡിവോഷണൽ സർവീസിലേക്ക് വരാൻ പറ്റില്ല. ശ്രവണം, കീർത്തനം, സ്മരണം, അർച്ചനം, വന്ദനം, ദാസനം, സാഖ്യം, ആത്മനിവേദനം എന്ന് പറയുന്ന 9 ടൈപ്പ് ഓഫ് ഡിവോഷണൽ സർവീസ് പ്രഹ്ലാദ് മഹാരാജ് പറഞ്ഞിട്ടുണ്ട്. ആക്ച്വലി നമ്മളെല്ലാവരും പ്രഹ്ലാദ് മഹാരാജിന്റെ പാതയാണ് പിന്തുടരുന്നത്. പ്രഹ്ലാദ് മഹാരാജ് എന്ന് പറയുമ്പോൾ ഒരു മഹാജന സദസ് ബന്ധ 12 മഹാജനങ്ങളിൽ ഒരു മഹാജനം. ആ മഹാജനം നമുക്ക് പഠിപ്പിച്ചു തന്നു എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ മോക്ഷമല്ല, അല്ലെങ്കിൽ എന്റേതായ സ്വന്തമായിട്ടുള്ള ഒരു ഭക്തി നേടി എന്റെ കാര്യം മാത്രം നോക്കി പോകലല്ല. എനിക്ക് അങ്ങനെ ഒരു കാട്ടിലിരുന്ന് എന്റെ ഒരു ലിബറേഷൻ, ഒരു മോക്ഷം അങ്ങനെ ഒന്നും ചിന്തിക്കലല്ല. എനിക്ക് ഒരു ലോകത്തുള്ള കർമ്മടന്മാരായിട്ടുള്ള അല്ലെങ്കിൽ കൃഷ്ണപ്രേമം അറിയാത്തവരെ, ഭഗവാനോടുള്ള സേവനം അറിയാത്തവരെ അവരിൽ നിന്ന് അവരെയൊക്കെ കൃഷ്ണപ്രേമം കൊടുത്ത് അവർക്ക് ഭഗവാനോടുള്ള സേവനത്തിന്റെ മഹിമ മനസ്സിലാക്കുക എന്നുള്ളത്. സോ എല്ലാവരും കൃഷ്ണ കോൺഷ്യസിലേക്ക് വരുന്നവര് മുക്താത്മാക്കളല്ല. അവർക്ക് സോൾ എന്താന്ന് അറിയില്ല, യഥാർത്ഥത്തിലുള്ള സ്പിരിച്വൽ നോളജ് ഒന്നുമില്ല. സോ ഏതോ ബൈ ചാൻസിന് ആരുടെയോ മേഴ്സി കൊണ്ട് കൃഷ്ണ കോൺഷ്യസിൽ എത്തുമ്പോ അവർക്ക് ഈ പറഞ്ഞ മാതിരി നാമം ജപിക്കാനായിട്ട് സാധിക്കണം, നാമം ജപിക്കാൻ പറ്റണമെന്നില്ല, ഗീത പഠിക്കാൻ പറ്റണമെന്നില്ല. ബിക്കോസ് അവരുടെ ഉള്ളില് അത്തരം പ്യൂരിഫിക്കേഷൻ. സോ സർവീസ് എന്ന് പറയുമ്പോൾ അവർക്ക് മൈൻഡ്, ബോഡി വൈസില് പ്യൂരിഫിക്കേഷൻ വരണം, എന്നാലേ സോളിന് പ്യൂരിഫിക്കേഷൻ വരുള്ളൂ. അപ്പോ അതുകൊണ്ടാണ് നമ്മൾ ശരീരം കൊണ്ടുള്ള സർവീസുകൾ നിർബന്ധമായും ചെയ്യണം എന്ന് പറയുന്നത്. ബിക്കോസ് നമ്മൾ ഈ ശരീരത്തിനുള്ളിലാണ് ഇരിക്കുന്നത്. നമ്മളെന്ന് പറയുന്ന സോള് ശരീരത്തിനുള്ളിൽ ഇരിക്കുന്നത് കൊണ്ട് ശരീരത്തിന് പ്യൂരിഫിക്കേഷൻ വരണം, ഇന്ദ്രിയങ്ങൾക്ക് പ്യൂരിഫിക്കേഷൻ വരണം, അല്ലെ? അതുപോലെ തന്നെ മനസ്സിന് പ്യൂരിഫിക്കേഷൻ വരണം, ബുദ്ധി എല്ലാം ആത്മീയവൽക്കരിക്കപ്പെടണം. അപ്പൊ ശരീരം എന്ന് പറയുന്ന ഭൗതിക ശരീരം ആത്മീയവൽക്കരിക്കപ്പെടുക എന്ന് പറയുമ്പോൾ ഭൗതിക ശരീരം നശിച്ചു പോകുമ്പോൾ അതിന്റെ ഉള്ളിൽ ഒരു ആത്മീയ ശരീരമുണ്ട്. അത് നമ്മളുടെ ഭക്തിയുത സേവനം ചെയ്തിട്ടാണ് നമ്മളുടെ ആ ഒരു പൊസിഷനിലേക്ക് വരുന്നത്. നമ്മുടെ സ്വരൂപത്തിലേക്ക് എത്തുമ്പോൾ, സ്വരൂപസ്ഥിതി നേടുമ്പോഴാണ് അത് നമുക്ക് വരുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ആരും മോക്ഷത്തിന് വേണ്ടിയിട്ടൊന്നും ഫോക്കസ് ചെയ്യില്ല. 5 തരം മോക്ഷമുണ്ട്. ആ 5 തരം മോക്ഷം കിട്ടിയിട്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല. അവരെ സംബന്ധിച്ച് എന്താണ്, എവിടെ ഇരുന്നാൽ എന്താ, ഭഗവാന്റെ താമലിരുന്നാൽ എന്താ, ഇവിടെ ഇരുന്നാൽ എന്താ. ഇനി നമ്മള് ബദ്ധാത്മാക്കളാണ്, മുക്താത്മാക്കളായിട്ട് ഭഗവാന്റെ അടുത്ത് പോയാലും
മുക്താത്മാക്കള് ഇവിടെയും വീണ്ടും വരുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സേവനം എവിടെയാണോ എവിടെ വേണമെങ്കിലും വരാൻ തയ്യാറാണ്. അവർ ഭൗതിക ലോകത്തിന്റെ മിസ്റ്ററീസിനെ കുറിച്ച് ബോധേഡ് അല്ല. ഇവിടെ വന്ന ഭൗതിക ലോകത്തിൽ എത്രയായാലും ത്രിഗുണങ്ങളുടെ സ്വാധീനമുണ്ട്. അത് മുക്താത്മാക്കള് ഈ ഭൗതിക ലോകത്തില് എല്ലാവരും എല്ലാം പേപ്പറും പേനയും ഭക്ഷണവും ഒക്കെ വേണം. അപ്പൊ അതിനനുസരിച്ച് എല്ലാവരും മൈൻഡ് ബോഡി ലൈഫിലൊക്കെ എല്ലാവരും കർമ്മം ചെയ്യാൻ നിർബന്ധിതരാണ്. മുക്താത്മാക്കളാണെങ്കിൽ പോലും എല്ലാവരും സഫറിങ്സ് ഈ ഭൗതിക ലോകത്തില് അനുഭവിക്കേണ്ടി വരും. കാരണം ഭൗതിക ലോകം എന്ന് പറയുന്നത് ദുഃഖാലയമാണ്, ആശ്വാസമാണ്. ബട്ട് അവർ വരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇത്തരം സഫറിങ്സ് സഹിക്കാൻ തയ്യാറായി വരുന്നത് അവർ ആക്ച്വലി ഭഗവാന്റെ സേവനം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഭഗവാന്റെ സേവനം ഏത് സഫറിങ്സും ഏറ്റെടുക്കാനായിട്ട് തയ്യാറാണ്. സോ പേഴ്സണൽ ഡിസ്കംഫർട്ട് ഒന്നും അവരെ സംബന്ധിച്ച് പ്രശ്നമല്ല. അതുകൊണ്ട് അവര് ഒരു മോക്ഷം കിട്ടി അവിടെ ചെന്ന് ലയിച്ചിരിക്കുക എന്ന് പറയുന്നത് സ്വർഗ്ഗലോകത്തിൽ ചെന്ന് എത്തേണ്ട പോലെ തന്നെയാണ്. അതുകൊണ്ട് ഭഗവാന്റെ ശരീരത്തിലാണെങ്കിലും മെർജ് ചെയ്ത് അവിടെ ചെന്ന് ലയിച്ചിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂയിസൈഡൽ അറ്റംപ്റ്റ് ആണ്. അതുകൊണ്ട് അത് അത്തരം ഒരു കാര്യം അവർ ചിന്തിക്കില്ല. അതുകൊണ്ടാണ് എന്റെ സേവനത്തിലൂടെ തങ്ങളുടെ ആഗ്രഹപൂർത്തി വരുത്തിയ എന്റെ ഭക്തന്മാര്, അവരുടെ ആഗ്രഹം എന്ന് പറയുന്നത് എന്താണ്? ഭഗവാനുമായിട്ടുള്ള ആ ഒരു പ്യുവർ ലവ്, ആ ഡിവൈൻ ലവ് കിട്ടുക എന്നുള്ളതാണ്. ഗോപികമാര് അവസാനത്തെ ഇതിൽ പ്രാർത്ഥിക്കുന്നവര് ആ ഒരു ദിവ്യ പ്രേമം ഞങ്ങൾക്ക് അനുഭവിക്കാൻ തരും. ബ്രജവന അവകാശം വ്യക്തിരംഗത് പ്രജനഹന്തലം എന്ന് പറയുന്ന ആ വേഴ്സിൽ പറയുന്നത്, ലാസ്റ്റ് 40 വേഴ്സ് പറയുന്നത്, അതിൽ ആ ഒരു ദിവ്യൌഷധം നമുക്ക് ഒരു കീർത്തനം കേട്ടിരിക്കുമ്പോ അതിൽ നിന്ന് ഭഗവാനോടുള്ള ആ ഡിവൈൻ ലവ് നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കണം. അത് മനസ്സിലാക്കാൻ, എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് വരണം. അത് തരൂ എന്നുള്ളതാണ്. അങ്ങനെ ആഗ്രഹപൂർത്തി വരുത്തിയ നമ്മളെല്ലാവരും ബോഡി വൈസ് സേവനം ചെയ്തിട്ട് വേണം ആ ഇന്ദ്രിയങ്ങള് ഒക്കെ ശുദ്ധീകരിച്ച് അതിനെ ആത്മീയവൽക്കരിച്ച്, മനസ്സിനെയും ആത്മീയവൽക്കരിച്ച്, ബുദ്ധിയെയും ആത്മീയവൽക്കരിച്ച് ആത്മാവിന്റെ തനതായ പൊസിഷനിലേക്ക് വരും. ആത്മാവിന് എന്താണ്? ശുദ്ധമായ നാമം ജപിക്കുന്നത്. അപ്പോഴാണ് വിത്തൗട്ട് ഒഫൻസസ് നമുക്ക് നാമം ജപിക്കാനായിട്ട് പറ്റുന്നത്. അതിനെ നമ്മൾ ശുദ്ധ ഭക്തന്മാരുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് ഒഫൻസ്ലെസ്ലി നമ്മൾ ചാൻറ്റ് ചെയ്യുമ്പോൾ ഡിവൈൻ ലവ് നമുക്ക് കിട്ടും. അല്ലെങ്കിൽ ഇതൊക്കെ അത്രയൊക്കെ ജന്മങ്ങളോളം നമ്മൾ നാമം ജപിച്ചാലും നമുക്ക് ആ ഡിവൈൻ ലവ് കിട്ടില്ല. ഇതെല്ലാം പ്യൂരിഫിക്കേഷൻ വരണം. അതുകൊണ്ട് നമ്മൾ ആദ്യം ഓടിക്കേറി ഭാഗവതം ക്ലാസ് എടുക്കാനോ ഭഗവത്ഗീത ക്ലാസ് എടുക്കാനോ ഇല്ല നമ്മൾ ശ്രദ്ധിക്കുന്നത്. ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ആ ലെവലിൽ എത്തിയിട്ടില്ലെങ്കിൽ എപ്പോഴും 24 മണിക്കൂറും ഭഗവാന്റെ നാമം ജപിക്കാനും ഭാഗവതവും ഭഗവത്ഗീതയും ഇതൊക്കെ പഠിക്കാനുള്ള ഒരു ഗുണങ്ങളുള്ള ആൾക്കാരെ സംബന്ധിച്ചാണെങ്കിൽ കുഴപ്പമില്ല. അവർക്ക് ആ ഗുണത്തിൽ അവർക്ക് അത് ചെയ്യാൻ പറ്റും. ശ്രവണ കീർത്തനാദികൾ അവിടെയാണ് എക്സാക്ട് നടക്കുന്നത്. അവർ ഏത് സമയം ഭഗവാനെ ശ്രവണ കീർത്തനാദികൾ കൊണ്ടുള്ള സേവനത്തിൽ, നമ്മൾ ശ്രവണ കീർത്തനാദികൾ കൊണ്ടുള്ള സേവനത്തിലേക്ക് എത്താനായിട്ട് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ ടെമ്പിളിലൊക്കെ പോയിട്ട് ചെറിയ ചെറിയ സർവീസുകൾ ഏറ്റെടുക്കും. ചപ്പൽ സർവീസ് ആയാലും പാത്രം കഴുകുന്ന സർവീസ് ആയാലും എന്ത് സർവീസ് ആണ് ഭഗവാന്റെ സർവീസ് ആയാലും ഇറ്റ്സ് വെരി ഗുഡ് ആസ് പൂജാരി പോലെ തന്നെ. എന്താണെങ്കിലും അത് ഭഗവാൻ ഞാൻ ഈ ചെയ്യുന്നത് എന്റെ പ്യൂരിഫിക്കേഷനും എനിക്ക് ഭഗവാനായിട്ട് കണക്ട് ചെയ്യാനും വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ മറ്റുള്ളവർ കാണണമെന്നോ അല്ലെങ്കിൽ അപ്രീസിയേഷൻ അതിനൊന്നും അല്ല. ശരിക്കും എന്റെ ഗ്രോത്ത് എന്ന് അവിടെ വിചാരിച്ചു കഴിഞ്ഞാൽ ഏത് സർവീസ് ചെയ്യാനും കിട്ടുന്ന സർവീസ് ചെയ്യാനും നമ്മൾ തയ്യാറായിരിക്കും. സോ ബിക്കോസ് നമ്മളത് നമ്മുടെ മിഥ്യാഭിമാനം പോകാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയൊക്കെ ആ ഈഗോസ് ഒക്കെ പോകുമ്പോഴാണ് ഓട്ടോമാറ്റിക് ആയിട്ട് പ്യുവർ ലവ് നമ്മളിലേക്ക് വരുള്ളൂ. ശുദ്ധമായ നാമം ജപിക്കാൻ സാധിക്കുള്ളൂ. എപ്പോഴുമേ ഇരുന്ന് ഭാഗവതം ഭഗവത്ഗീത പഠിക്കാനായിട്ടുള്ള ബുദ്ധി നമുക്ക് വരുള്ളൂ. അപ്പൊ അതുകൊണ്ട് അതൊക്കെ പ്യൂരിഫൈ ആവാത്തോടത്തോളം കാലം നമ്മുടെ ഇന്ദ്രിയങ്ങളെ പ്യൂരിഫൈ ചെയ്യിക്കണം. എന്നിട്ട് ഋഷികേശന്റെ ഭഗവാന്റെ സേവനത്തിലേക്ക് നമ്മൾ നിയുക്തമാക്കണം. നമ്മൾ സാധാരണഗതിയിൽ വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നമ്മളുടെ ഇന്ദ്രിയ സംതൃപ്തിക്കാണ്, നമ്മുടെ ആഗ്രഹങ്ങൾക്കാണ്, കാമമാണ് അതെല്ലാം. അതേസമയത്ത് ഭഗവാന്റെ സർവീസിന് വേണ്ടി നമ്മൾ അത് ചെയ്യുമ്പോൾ പ്രേമമാവുന്നു, ലവ് ആവുന്നു. സോ എന്റെ സേവനത്തിലൂടെ തങ്ങളുടെ ആഗ്രഹപൂർത്തി വരുത്തിയ എന്റെ ഭക്തന്മാർ അത്തരം സേവനത്താൽ അനായാസം ആർജിക്കാവുന്ന, അതിലൂടെ എന്ത് കിട്ടും? ചതുർവിധ മോക്ഷങ്ങൾ, സാരൂപ സാഹചര്യ സാമീപ്യ സാലോകമപദം നിയമാനന ഗൃണന്തി വിനാമത് ഭക്ത് സേവനം ദിനം. അത് ആ 5 മോക്ഷങ്ങളും ഈസി ആയിട്ട് ഭഗവാന്റെ സേവനത്തിലൂടെ കിട്ടും. അതുപോലും അവർക്ക് സ്വീകാര്യം. കാരണം ആ ഡിവൈൻ ലവ്, ആ ആനന്ദം, ആ പ്രേമം, ഭഗവാനോട് കൂടി ചേർന്നിരിക്കുന്ന ആ ഒരു ഇത് കിട്ടിയാലേ കാര്യമുള്ളൂ. അവർക്ക് അതേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ആ ഒരു ഇത്തരം ഒരു കാര്യങ്ങൾ അവർ ശ്രദ്ധിക്കില്ല. അവരെ സംബന്ധിച്ച് ഭഗവാൻ എങ്ങനെയാണ് പ്രീതിപ്പെടുന്നത്, ഭഗവാനെ പ്രീതിപ്പെടുത്തുക എന്നുള്ളതാണ്, ഭഗവാനെ സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ്. ഇതിലൂടെ അവര് ആനന്ദം അറിയണം, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു ഇത് അറിയണം. അപ്പൊ പിന്നെ കാലാന്തരത്തിൽ നഷ്ടപ്പെടുന്ന, സോ മുക്തിയെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു, മുക്തി പോലും അവർക്ക് വേണ്ട. ധർമാർത്ഥ കാമമോക്ഷ, ആ മോക്ഷ എന്ന് പറയുന്ന ആ
ചതുർവിധ പുരുഷാർത്ഥങ്ങളും കഴിഞ്ഞ് പഞ്ചമ പുരുഷാർത്ഥമായിട്ടുള്ള വിമുക്തി അല്ലെങ്കിൽ ഭഗവത് പ്രേമം, ഭഗവത് സേവനം എന്ന് പറയുന്ന ആ ഒരു സ്റ്റേജാണ്. പഞ്ചമ പുരുഷാർത്ഥത്തെയാണ് ഭക്തന്മാര് അല്ലാണ്ട് ഈ പുരുഷാർത്ഥങ്ങൾ എടുക്കില്ല. അതിനപ്പുറത്തേക്കാണ് അവർ ചിന്തിക്കുന്നത്. പഞ്ചമ പുരുഷാർത്ഥമായ ഭഗവത് പ്രേമം, ഭഗവത് സേവനം, പരിശുദ്ധ പ്രേമ ഭക്തിയുടെ സേവനം, അതാണ് ആഗ്രഹിക്കുന്നത്. സോ അപ്പോ അത് നമ്മൾ അതാണ് ആത്മീയമായിട്ടുള്ള പ്രാർത്ഥന. സെൽഫ് സീക്കിംഗ്, എന്റെ സെൽഫ്, എന്റെ ആത്മാവിനെ അവിടെ ഇവിടുന്ന് എത്തിക്കുക, അത് ഡിമാൻഡാണ്. സോ ദാറ്റ് ഈസ് ആൾസോ, മുക്തി ഈസ് ആൾസോ ഡിമാൻഡഡ്. അതുകൊണ്ട് അതും ഭക്തന്മാർക്ക് വേണ്ട. ദെൻ നെക്സ്റ്റ് മുക്തി. മുക്തി എന്ന് പറഞ്ഞാൽ നമ്മളുടെ ബോഡിലി ഡിമാൻഡ്സ് ആണ്. അപ്പൊ പിന്നെ കാലാന്തരത്തിൽ നഷ്ടപ്പെടുന്നത് ഇവിടെ ഏതാണ് പെർമനന്റ് ആയിട്ട് നിൽക്കുന്നത്? ഒന്നും തന്നെ പെർമനന്റ് അല്ല. നമ്മൾ എന്ത് നേടുന്നതും വിത്തിൻ സെക്കൻഡ്, നമ്മൾ ഇന്ന് പറയുന്ന ഈ പൊസിഷനിൽ ഇരിക്കുന്ന എനി ടൈം നമ്മൾ ഈ ബോഡി ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ പറയുന്ന ഏട്ടു സംഭവങ്ങളും നമ്മൾ അത് വിട്ടുകളയും. സോ അതിനൊന്നും യാതൊരു എറ്റേണിറ്റി ഇല്ല, അതെല്ലാം നഷ്ടപ്പെട്ടു പോകും. അങ്ങനെയുള്ളത് കാലാന്തരത്തിൽ നഷ്ടപ്പെടുന്ന മറ്റെന്തെങ്കിലും സുഖങ്ങൾ അവരെന്തിനും സ്വീകരിക്കണം. പിന്നെ അവർക്ക് അതിന്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം വേണ്ടാന്നോ, ഇതൊന്നും വേണ്ട എന്നല്ല ഇതിനർത്ഥം. നജനന്ന സുന്ദരി എന്ന് പറയുമ്പോൾ ഇതിനൊന്നും വേണ്ടിയല്ല ഞാൻ ഭഗവാനെ സ്നേഹിക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ ഇതിനൊന്നും വേണ്ടിയല്ല ഭഗവാനെ സ്നേഹിക്കുന്നത്. നമ്മൾ ഈ ഭൂമിയിൽ ജനിച്ചാൽ നമ്മുടെ കാര്യങ്ങളെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് നടക്കും. നമ്മളുടെ കർമ്മ അനുസരിച്ചിട്ടാണ് നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നത്. നമ്മൾ എന്ത് നല്ല കർമ്മം ചെയ്തിട്ടുണ്ടോ അത് നമുക്ക് കിട്ടും. നമ്മൾ ബാഡ് കർമ്മ ചെയ്തിട്ടുണ്ടോ നമുക്കത് അതുപോലെ കിട്ടും. നമ്മൾ ഈ ലോകത്ത് അനുഭവിക്കുന്നതൊന്നും നമ്മൾ ചെയ്യാത്തതല്ല. വെല്ലോന്റെ അക്കൗണ്ട് അല്ല നമ്മൾ അനുഭവിക്കുന്നത്, നമ്മുടെ അക്കൗണ്ട് തന്നെയാണ്, നമ്മുടെ കർമ്മ അക്കൗണ്ട് തന്നെയാണ് നമ്മൾ അനുഭവിക്കുന്നത്. സോ അതിനാരും ഉത്തരവാദിയല്ല. ഭക്തന്മാരുടെ കാര്യത്തിൽ മാത്രം ഭഗവാൻ എന്ത് ചെയ്യുന്നു? ഭഗവാന് സറണ്ടർ ചെയ്തത് കൊണ്ട് അവിടെ നമ്മള് ആ ഭക്തന്റെ കാര്യത്തിൽ ആ കർമ്മ അക്കൗണ്ടില് ഭഗവാൻ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കും. ഭഗവാൻ അത് ആ സറണ്ടേർഡ് സോളിന് വേണ്ടിയിട്ട് ഇതിനെയെല്ലാം നീക്കി കൊടുക്കാനുള്ള വേണ്ട എല്ലാം ഭഗവാനെ സേവ ചെയ്യുന്നവർക്ക് തിരിച്ച് ഭഗവാനെ സേവ ചെയ്യും, അത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഭക്തന്മാരെ സംബന്ധിച്ച് നാളെ എന്താവും, മറ്റുള്ളത് എന്താവും എന്നുള്ളതിനെ കുറിച്ച് ചിന്തയില്ല. കാരണം ഞാൻ ഭഗവാന് സറണ്ടർ ആണ്, എന്റെ കാര്യങ്ങൾ അത് നടന്നോളും. കാരണം എന്റെ കാര്യം എന്ന് പറയുന്നത് ഭഗവാനെ സേവ ചെയ്യുന്നതാണ്. യോഗക്ഷേമം വഹാമിഹം. അതായത് നമ്മളെല്ലാം വിചാരിക്കും നമ്മൾ ഉണ്ടാക്കി വെച്ച ബംഗ്ലാവും സേഫ് ആയിരിക്കും, നമ്മൾ ഉണ്ടാക്കി വെച്ച കാറ് ധനമെല്ലാം സേഫ് ആയിരിക്കും എന്ന് നമ്മൾ വിചാരിക്കും. നോ, അതല്ല ഉദ്ദേശിക്കുന്നത്. യോഗ അനന്യാചിന്തോമം യജന പരിഭാസിതം എന്ന് പറയുന്നിടത്ത് യോഗക്ഷേമം വഹാമഹം, ഭഗവാന്റെ അനന്യ ചിന്തയില്ലാതെ സേവിക്കുന്നത് കൊണ്ട് നമ്മളെല്ലാവരും ഭക്തന്മാരെ സംബന്ധിച്ച് നമ്മൾ നേടിയെടുത്തിട്ടുള്ള ആ സ്പിരിച്വൽ, നമ്മളുടെ കൃഷ്ണ കോൺഷ്യസ്, ആ ഒരു ഡിവോഷൻ, അത് താഴ്ന്നു പോയി കഴിഞ്ഞാൽ കംപ്ലീറ്റ് പോയി. നമുക്ക് പിന്നെ യാതൊരു അസ്തിത്വമില്ല. ഒരു മീനിനെ വെള്ളത്തിൽ നിന്ന് പുറത്തെടുത്തിട്ട് കഴിഞ്ഞാൽ ആ മീനിന്റെ അവസ്ഥ എന്തായിരിക്കും? അതേപോലെയാണ് നമുക്ക് കൃഷ്ണനോട് ലവ് ഇല്ലെങ്കിൽ, കൃഷ്ണനോടുള്ള പ്രേമമായ സേവനം ചെയ്യാൻ ഒരു നിമിഷം നമുക്ക് ഏകാന്തതയിൽ ഭഗവാന്റെ ഓർമ്മകളില്ലാതെ പോകണം, ഭഗവാന്റെ ലീലകൾ സ്മരിക്കാൻ പറ്റുന്നില്ല, ആ മാധുര്യം അനുഭവിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ വേസ്റ്റ് ഓഫ്, നമ്മൾ എന്ത് നേടിയിട്ട് എന്താ കാര്യം? ഒരു കാര്യവുമില്ല, നമ്മുടെ ലൈഫിൽ യാതൊരു വാല്യൂ ഇല്ല. സോ നമ്മൾ നേടിയെടുത്തിട്ടുള്ള ഭഗവാനോടുള്ള ആ കൃഷ്ണപ്രേമം, ആ ലവ്, ആ ഡിവൈൻ ലവ്, അത് നമുക്ക് നിലനിർത്തി കിട്ടാനായിട്ട് ഭൗതികമായിട്ട് എന്ത് കായക്ലേശങ്ങളുണ്ടോ, ഒരു ഭക്തൻ അത്രയും ഇതിൽ പോകുന്നുണ്ടെങ്കിൽ അവിടെയെല്ലാം ഭഗവാൻ അതിന് ആ ക്ഷേമം വരുത്തും. നമ്മളുടെ സ്പിരിച്വൽ കൃഷ്ണ കോൺഷ്യസ് എത്രത്തോളം നമ്മൾ നേടിയിട്ടുണ്ടോ അതേപടി താഴേക്ക് പോകാനും നിമിഷം ഉണ്ട്. കാരണം ഈ ഭൗതിക ലോകമാണ്, മായാലോകം അത്രയ്ക്കും നോക്കിയിരിക്കുകയാണ്. അപ്പൊ ഡിവൈൻ ടേസ്റ്റ് അതാണ്. സോ ഏതാൾക്കും അത് ഏത് നിമിഷവും ലൂസായി പോകും. സോ അനന്യ ചിന്തയും തോമാം ഈ ജനാപരിപ, അങ്ങനെ ഒരു അനന്യ ചിന്തകളില്ലാതെ ആരാണോ ഭഗവാനോട് ഫുള്ളി ഡിവോട്ടഡ് ആയിട്ട് ഭഗവാനെ സേവ ചെയ്യുന്നത്, അവരുടെ ആ യോഗത്തെയും ക്ഷേമത്തെയും ഭഗവാനോടുള്ള ആ ഡിവൈൻ യൂണിയൻ, ആ ഒരു ഡിവൈൻ ലവ് അതിനെ നിലനിർത്തി കിട്ടാൻ ഭഗവാൻ യോഗത്തെയും ക്ഷേമത്തെയും വഹിക്കുന്നതാണ്. ക്ഷേമവും കൊടുക്കും. അതിന് വേണ്ടുന്ന കണ്ടിന്യൂ ചെയ്തു പോകാനുള്ള ക്ഷേമമാണ് ഭക്തന് കിട്ടുന്നത്. അതുകൊണ്ട് ഭഗവാനെ സെർവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളെ സംബന്ധിച്ച് ഭഗവാനെ തിരിച്ച് സെർവ് ചെയ്യാൻ വേണ്ടുന്ന എല്ലാ ക്ഷേമവും ആ യോഗവും എല്ലാം ഭഗവാൻ കൊടുക്കും. സോ അപ്പൊ അവർക്ക് കാലാന്തരത്തിൽ നഷ്ടപ്പെടുന്ന ഭൗതിക സുഖഭോഗങ്ങൾ, ആ ഭൗതിക സുഖഭോഗങ്ങളൊന്നും അവർക്ക് ആസ്വദിക്കണമെന്നൊന്നും യാതൊരു ടേസ്റ്റ് ഉണ്ടാവില്ല ആക്ച്വലി. അതെല്ലാം ഒരു വിദേഹരാജ് എന്ന് പറയുന്നത്, ജനക മഹാരാജാവ് കർമ്മണേവ സംസിദ്ധിം എന്ന് ഭഗവത്ഗീതയില് 3.20 പറയുന്നത്, കർമ്മണേവ സംസിദ്ധിം ആസിത ജനകാദയ ലോകസംഗ്രഹമേവാഭി സംബിസും കർത്തമർഹസി. ജനക മഹാരാജാവ് ഒരു രാജശ്രീ ആയിരുന്നു.
എല്ലാ സുഖ സൗകര്യങ്ങളോടും കൂടി ജീവിച്ചിരുന്ന ആള് വിദേഹരാജ് എന്നാണ് പറഞ്ഞിരുന്നത്. കാരണം ദേഹത്തിനോടുള്ള മമതയില്ലായിരുന്നു. ഇത്ര സുഖ സൗകര്യങ്ങളിലും ജീവിക്കുമ്പോൾ എങ്ങനെ രാജാവ് വിദേഹനാകും എന്നുള്ള ആൾക്ക് സംശയം വരും. പക്ഷേ അതിന് ഒരു കഥയുണ്ട്. ആ കഥ ഇപ്പോഴും പറഞ്ഞ് ഞാൻ നേരെ ില്ല അടുത്തേക്ക് പോകാം. സോ എല്ലാവർക്കും അറിയായിരിക്കും. സോ അത്രയ്ക്കും അദ്ദേഹം ഡിറ്റാച്ച്മെന്റ് ആണ്. കാരണം എത്ര സുഖ സൗകര്യത്തിരുന്നാലും ആ സുഖ സൗകര്യങ്ങളിലൊന്നും അവര് അറ്റാച്ച്ഡ് അല്ല. പ്രഭുപാദറിന് വലിയ കാറ്, സ്വർണ്ണ വാച്ചോ അല്ലെങ്കിൽ സിൽക്ക് ജുബോ എന്തൊക്കെ ഫെസിലിറ്റീസ് ഉണ്ടെങ്കിലും ഫുള്ള് ഗോൾഡൻ വ്യാസാസനം ഒക്കെ കൊടുത്താലും പ്രഭുപാദർ അതിലൊന്നും ആസക്തനായിരുന്നില്ല. കാരണം പ്രഭുപാദറിനെ സംബന്ധിച്ച് ഓൺലി ഫോക്കസ് ഓൺ സർവീസ്. അത് കിട്ടിയാലും അക്സെപ്റ്റബിൾ, ഇല്ലെങ്കിലും അക്സെപ്റ്റബിൾ, അതിൽ അറ്റാച്ച്ഡ് അല്ല എന്നുള്ളതാണ്. അപ്പൊ ഭക്തന്മാരെ സംബന്ധിച്ച് അത്തരം ഒരു സുഖങ്ങൾക്കൊന്നും അവർ എന്തിനും സ്വീകരിക്കണം, അവർക്ക് അതിന്റെ ആവശ്യമൊന്നും ഇല്ല. ഭാവാർത്ഥം ശിലപ്രഭ ശ്രീമദ് ഭാഗവതത്തിൽ നിന്നുള്ള ഈ ശ്ലോകം 9:4:67 അംബരീഷ് മഹാരാജന്റെ സവിശേഷതകളുമായി ബന്ധപ്പെടുത്തി ഭഗവാൻ പറഞ്ഞതാണിത്. ഇത് ഭാഗവത ശ്ലോകമാണ്. ആക്ച്വലി 9:4:67 പറയുന്നുണ്ട്. ഓക്കെ, ഭാഗവതം വായിക്കുന്നവർക്ക് അറിയാൻ പറ്റും. സോ പരമോന്നതന്റെ അസ്തിത്വത്തിൽ ലയിക്കുന്നത് സ്വർഗലോകത്തിൽ വസിക്കുന്നത് പോലെ താൽക്കാലികമാണ്. ഭഗവാന്റെ അസ്തിത്വത്തിൽ ലയിക്കും. എമർജിംഗ് ഓപ്ഷൻസ്, വൺനെസ്, ഏകത്വം എന്ന് പറയുന്ന ഇത് ഒരിക്കലും ഭക്തന്മാര് ഒട്ടുമേ ആഗ്രഹിക്കില്ല. ആ മോക്ഷത്തിലെ അതില് 4 നമ്മൾ പെടുത്തുള്ളൂ. 4 നമുക്ക് ഓക്കെ. ഈവൻ സാലോക്യം ഭഗവാന്റെ ലോകത്തിലിരുന്ന് ചുമ്മാ അവിടെ ഇരുന്നു ലോകം കണ്ടു ഓ സുഖം ഞാൻ ലോകത്തിലാണ് ഇരിക്കുന്നത് എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. എന്നോട് ആ ഒരു ശ്രവണ കീർത്തനാദികളിലോടെല്ലാം സേവനം ഉണ്ടാവണം. അതില്ലെങ്കിൽ ആ ലോകത്തിൽ ഇങ്ങനെ കുത്തിയിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ഇത് സാമീപ്യം, ഭഗവാന്റെ സമീപത്തിരിക്കണം, ഇങ്ങനെ നോക്കി പോരാ. നമ്മള് ഭഗവാനെ സേവനം കണ്ണ് പോലും ഗോപികമാർക്ക് ഇഷ്ടമല്ല എന്നാ പറയണത്. ആ കണ്ണ് ചിമ്മണ സമയം പോലും പോകും. സേവനമാണ് ആവശ്യം. ഭഗവാന്റെ നാമം ജപിക്കുന്നത് തന്നെയാണ് ഏറ്റവും വലിയ സേവനം. പ്രഭാതർ എപ്പോഴും പറയും, എന്തെങ്കിലും സർവീസ് തരാൻ പറയുമ്പോൾ നിനക്ക് ഞാൻ 16 മാല ജപിക്കാൻ തന്നിട്ട് നീ അത് ചെയ്തുകൊണ്ടിരിക്കും. ആദ്യം തന്ന സേവനം അതാണ്. സോ ദാറ്റ് ഇസ് സേവനം. സോ ഭഗവാന് കൊടുക്കുന്ന ഏറ്റവും വലിയ സേവനം ഭഗവാന്റെ നാമം ജപിക്കുക, ഭഗവാന്റെ നാമം ഗ്ലോറിഫൈ ചെയ്യുക, ഏറ്റവും ഇഷ്ടമാണ് ഭഗവാൻ. സോ അത് എന്താ പറയാ, ബന്ധപ്പെടുത്തി ഭഗവാൻ പറഞ്ഞാണ്. ഭഗവാന്റെ അസ്തിത്വത്തിൽ ലയിക്കുന്ന സാലോക്യം, സാമീപ്യം, സാഷ്ടി. ഇനി ഭഗവാന്റെ ഐശ്വര്യത്തിൽ ഇരിക്കുക എന്ന് പറയണതും ഭഗവാന് സേവനം വേണം. അപ്പോ അതുകൊണ്ടാണ് നമ്മളെല്ലാവരും ഗോലോകത്ത് പോകണമെന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നില്ലേ, വൃന്ദാവനത്തേക്ക് പോകണമെന്ന്, വൈകുണ്ഠത്തേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നില്ലേ. സോ അത് ഈ ലോകത്തിൽ നിന്ന് മോചനം ആവശ്യമാണ്. ബട്ട് അതൊരു ഫോക്കസ് അല്ല. നമ്മൾ എവിടെയാണെങ്കിലും രണ്ടാമത് ജനിക്കേണ്ടി വന്നാലും ഭഗവാന്റെ സേവനം ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ഓക്കെ. ഭക്തന്മാരെ സംബന്ധിച്ച് അത് ഒരു വിഷയമല്ല. ബട്ട് അതൊന്നും അവർ ഫോക്കസ് ചെയ്യില്ല. എവിടെയായിരുന്നാലും ഭഗവാന്റെ സേവനം തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് എവിടെയാണ് ഞാൻ പറഞ്ഞത്, വസിക്കുന്നത് പോലെ താൽക്കാലികമാണ്. അതുകൊണ്ടാണ് ഈ മോക്ഷത്തിലേക്ക് അവർ ആഗ്രഹിക്കുന്നത്. 2 കാലത്താലും നിയന്ത്രിക്കപ്പെടുന്ന അസ്ഥിരമായ സ്ഥാനങ്ങളാണ് ഇതെല്ലാം. മോക്ഷമാവട്ടെ ഈ പറയുന്ന സംഭവങ്ങളാവട്ടെ 2 കാലത്താൽ നിയന്ത്രിക്കപ്പെടുന്ന അസ്ഥിരമായ സ്ഥാനങ്ങളാണ് ഇതെല്ലാം. ഇനി അടുത്തത് കാമഗന്ധഹീന സ്വാഭാവിക ഗോപി പ്രേമം നിർമ്മല ഉജ്ജ്വല ശുദ്ധ ഏന ദത്ത ഹേമ. അവിടെ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല് വിവർത്തനം ഗോപികമാരുടെ സ്വാഭാവികമായ പ്രേമം കാമത്തിന്റെ യാതൊരു ലാഞ്ചനയും ഇല്ലാത്തതാണ്. അത് ഒഴുകിയ സ്വർണം പോലെ നിർമ്മലവും ഉജ്ജ്വലവും വിശുദ്ധമാണ്. അപ്പോ സ്വർണം പ്യുവർ ഇന്നിപ്പോ നമുക്ക് ശുദ്ധമായ സ്വർണം കാണാനില്ല. അതുപോലെ ശുദ്ധമായ പ്രേമവും ഇല്ല. കൃഷ്ണനോടുള്ള ആ ഒരു നമുക്ക് ഇവിടെ ഇല്ല. എവിടെയെല്ലാം ഭൗതിക ലോകത്തിലെല്ലാം കാമമാണ്, ലെസ്റ്റ് ആണ്, ഡിസയർ ആണ്. എല്ലാവർക്കും അവരുടേതായ സെൻസ് ഗ്രാറ്റിഫിക്കേഷൻ, അവരുടെ ഇന്ദ്രിയ സംതൃപ്തിയാണ്. അപ്പോ ഇവിടെ ഗോപികമാരുടെ സ്വാഭാവികമായ പ്രേമത്തെ കുറിച്ചാണ് കമ്പയർ ചെയ്യുന്നത്. അത് കാമത്തിന്റെ യാതൊരു ലാഞ്ചനയും ഇല്ലാത്തതാണ്. അത് ഒഴുകിയ സ്വർണം പോലെ നിർമ്മലവും ഉജ്ജ്വലവും വിശുദ്ധമാണ്. നമ്മൾ സ്വർണം ഒരു വിൽക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ശുദ്ധമായ സ്വർണമാണോ, 916 ആണോ, അല്ലെങ്കിൽ ഇനി എത്രയാണെന്ന് അറിയില്ല, അതിലും കൂടുതൽ ഉണ്ടെങ്കിൽ ഓക്കെ. അപ്പൊ അത് ആണോ എന്നറിയണമെങ്കിൽ അവർ ആദ്യം ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ മുമ്പിൽ വെച്ചിട്ട് ഉരുക്കി നോക്കിയിട്ടാണ് അതിന്റെ പ്യൂരിറ്റി എത്രത്തോളാണെന്ന് ചെക്ക് ചെയ്യുന്നത്. സോ ഇവിടെ കമ്പയർ ചെയ്തിരിക്കുന്നതും പ്യൂരിറ്റി ആണ്. ഭഗവാനോടുള്ള ഡിവൈൻ ലവ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് സ്വർണവുമായിട്ട് കമ്പയർ ചെയ്തിരിക്കും. ആ ശുദ്ധ സ്വർണം നമുക്കിവിടെ കാണാനില്ല ശരിക്കും പറഞ്ഞാൽ. അത് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉരുക്കി നോക്കും. സ്വർണം പോലെ നിർമ്മലവും ഉജ്ജ്വലവും വിശുദ്ധമാണ് എന്ന് പറയുന്നത്. സ്വർണമാണ് അത്രയും പ്യൂരിറ്റി എടുത്ത് പറയുന്ന ഒരു സംഭവം, പ്യുവർ ഗോൾഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട്
അപ്പോ അത് ഗോപികമാരുടെ സ്വാഭാവികമായിട്ടുള്ള പ്രേമമാണ്, സ്വാഭാവികമാണ്, അൺനാച്ചുറൽ, അതായത് സ്പോണ്ടേനിയസ് ലവ് ആണ്, അവരുടെ ഫ്രം ദ ഹാർട്ട് അവർക്ക് വരുന്നതാണ്. നമ്മളെല്ലാവരും വൈദ്യഭക്തിയിലൂടെ പോകുന്ന ആൾക്കാരാണ്. വിധി പ്രകാരം ഗുരുക്കന്മാർ പറഞ്ഞു തന്നു 16 മാല ജപിക്കണേ, എങ്ങനെയോ ഗുസ്തി പിടിച്ച് ഇരുന്നും കിടന്നും മറിഞ്ഞും ഒക്കെ ജപിക്കും. ചിലപ്പം എങ്ങനെയെങ്കിലും ജപിക്കും, ചിലപ്പോൾ അതും ജപിച്ച് തീർക്കാൻ പറ്റില്ല, പിന്നെയും പെൻഡിങ് ഇരിക്കുന്നുണ്ട്. കാരണം നമ്മളെല്ലാവരും ഒരു ഭൗതിക ലോകത്തില് ഗൃഹസ്ഥലായിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. എല്ലാം പല ബാലൻസിങ് നമുക്ക് ആവശ്യം ഉണ്ടാവും, പലതരവും ഉണ്ടാവും, പലപ്പോഴും പല ടേസ്റ്റ് ഉണ്ടാവണമെന്നില്ല. അപ്പോൾ 10 ഒഫൻസസ് പറഞ്ഞിട്ടുണ്ട്, നാമാപരാധങ്ങളില്ലാതെ ശുദ്ധസം ഭക്തന്മാരുമായിട്ടുള്ള സംസർഗത്തിൽ അസോസിയേഷനിലൂടെ സാധു സംഘം നേടിയിട്ട് നാമം ജപിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് ശുദ്ധ പ്രേമത്തിലേക്ക് നമുക്ക് വരാനായിട്ട് സാധിക്കും. എത്താത്തത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ ഈ 9 ടൈപ്പ് ഓഫ് സ്റ്റേജ്, ആ കൃഷ്ണപ്രേമം, ഈ ഗോപികമാരുടെ സ്വാഭാവികമായ പ്രേമത്തിലേക്ക് എത്താത്തത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ മാതിരി ആ 9 സ്റ്റേജിലേക്ക് എത്താത്തതുകൊണ്ടാണ്, ആ ഒരു പ്രാക്ടീസ് എടുക്കാത്തത് കൊണ്ടാണ്. സോ അനർത്ഥ നിവൃത്തി വരാത്തോടത്തോളം കാലം നിശ്ചയം രുചിയും ആസക്തിയും ഒന്നും ഉണ്ടാവില്ല. ഈ ആസക്തിയൊക്കെ വരുമ്പോഴാണ് ഭാവവും പ്രേമവും ഒക്കെ നമുക്ക് ഉണ്ടാവുള്ളൂ. സോ അവരെല്ലാവരും, അവരെ സംബന്ധിച്ച് കൃഷ്ണൻ ആരാണോ എന്താണോ അല്ലെങ്കിൽ സുപ്രീം ആണോ എന്നുള്ളതൊന്നുമല്ല. അവരെ സംബന്ധിച്ചവര് ആ ശ്യാമസുന്ദരായ രൂപത്തിന് കൃഷ്ണനെ അത്രമാത്രം അവര് സ്നേഹിച്ചിരുന്നു. അവരുടെ എന്തും അവര് ഭഗവാന് വേണ്ടി കൊടുക്കാൻ തയ്യാറാണ്. അവർക്ക് സംബന്ധിച്ച് അവർക്ക് ഭഗവാൻ എന്ത് കൊടുത്തു, അല്ലെങ്കിൽ അവർക്ക് എല്ലാം നേടിക്കൊടുത്തു എന്നിട്ട് ഭഗവാനെ സ്നേഹിക്കുക, അങ്ങനെയൊന്നുമില്ല. അവർക്ക് ഒരമ്മ എങ്ങനെയാണ് കുട്ടിയുടെ കാര്യങ്ങൾ നോക്കുന്നത്, അവരെത്ര മാത്രം സഫറിങ്സും അല്ലെങ്കിൽ എത്ര അവര് കുട്ടിക്ക് വേണ്ടിയിട്ട് ഉറങ്ങാണ്ടിരിക്കാനും പട്ടിണി കിടക്കാനും ഒക്കെ തയ്യാറാണ്. കാരണം അവിടെ അൺകണ്ടീഷണൽ ലവാണ്. അവര് കൊച്ചിനെ അത്രയും മാത്രം സേവിക്കുക എന്നുള്ളൊരു മനോഭാവമാണ്. ഇതുപോലെയാണ് ഗോപികമാരുടെയും ഗോപികമാരുടെ പ്രേമത്തെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ അതിന് വാക്കുകളൊന്നുമില്ല. നമുക്കറിയാം, ഗോപികമാര് തന്നെ 16,000 ഗോപികമാരൊക്കെ ഈ അമ്മമാര് പോലുള്ള പാല് അവരെയൊക്കെ പെടുത്തും. പക്ഷെ മെയിൻലി 9 ഗോപികമാര്, അതായത് ഇൻക്ലൂഡിങ് രാധ, അതേപോലെ തന്നെ ലളിത, വിശാഖ, ചമ്പകലത, പിന്നരണം ചിത്ര, തുംഗവിദ്യ, ഇന്ദുലേഖ, രംഗദേവി, സുദേവി എന്നൊക്കെ പറയുന്ന 8 അഷ്ടസഖികളുണ്ട്. അതുപോലെ തന്നെ രാധാറാണി ഉണ്ട്. ഈ ഗോപികമാരുടെ പ്രണയം എന്ന് പറയുന്നത് അത് ഉദാത്തമാണ്. അത് ഉദ്ധവര് പോലും മോട്ടിപ്പോയതാണ്. മോക്ഷത്തിനായിരുന്നു അല്ലെങ്കിൽ ജ്ഞാനം ഒക്കെ ആയിരുന്നു ഉദ്ധവരൊക്കെ സങ്കല്പിച്ചിരുന്നെങ്കിൽ ഗോപികമാരുടെ പ്രേമം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവർക്ക് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല, കൃഷ്ണന് വേണ്ടി അവര് എന്തും തയ്യാറാണ്. കാരണം അവർക്കറിയാം ഇത് എന്റെ ആത്മാവ്, ഞാനെന്ന് പറയുന്ന ആത്മാവ് ആ ഭഗവാന്റെ ഒരു അംശമാണ്, പാതിയാണ്. ഇപ്പൊ നമ്മൾ സ്വയം നമ്മുടെ ആത്മാവ്, നമ്മളെന്ന് പറയുന്ന ആത്മാവിന് നമ്മൾ ഒന്ന് പാതി കൊടുത്തു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി എനർജറ്റിക്കലി നമ്മൾ സെയിം ആയിരിക്കും. നമ്മൾ ആ കണക്ഷൻ തിരിച്ചറിയും. അത് നമ്മൾ നഷ്ടപ്പെട്ടു പോയി, നമ്മളുടെ ബന്ധം, ഭഗവാനുമായിട്ടുള്ള ആ ബന്ധം നമുക്ക് നഷ്ടപ്പെട്ടു പോയതുകൊണ്ടാണ് നമ്മൾ ആ പ്രേമത്തെ, നമ്മളുടെ ആ സോളിന്റെ എനർജറ്റി ലെവൽസിൽ, നമ്മൾ സോളിന്റെ ലെവലിലേക്ക് എത്താത്തത് കൊണ്ടാണ് നമുക്ക് ആ ബന്ധം അറിയാണ്ട് പോകുന്നത്. നമ്മൾ എപ്പോൾ സോളിന്റെ ലെവലിൽ എത്തണം, നമ്മൾക്ക് ഇത് ഞാൻ ആ സോള്, കൃഷ്ണൻ എന്ന് പറയുന്ന അതിന്റെ ഒരു ഡിവൈൻ്റെ ഒരു പാർട്ടാണ്. ഒരിക്കലും ഒരു ഭാഗത്തിന് മറ്റൊരു ഭാഗത്തിനോട് അറ്റാച്ച്ഡ് ആവാണ്ടിരിക്കാൻ പറ്റും. അപ്പൊ അത് തിരിച്ചറിയാത്തത് കൊണ്ടാണ്. ഇപ്പോൾ നമ്മൾ തിരിച്ചറിയുന്നു, നമുക്ക് ഡെഫിനറ്റ്ലി നമുക്ക് ആ ബന്ധം പുനഃസ്ഥാപിക്കാനായിട്ട് വരും. ആ റിലേഷനെ കുറിച്ച്, ഭഗവാനുമായിട്ടുള്ള ആ ഒരു കണക്ഷനെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റും. ആ ഡിവൈൻ ലവ് മനസ്സിലാക്കാത്തോടത്തോളം കാലം നമുക്ക് അതിനു വേണ്ടിയിട്ടുള്ള സേവനം ചെയ്യാനോ അതിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ഇന്നർ വർക്കുകൾ, സ്പിരിച്വൽ വർക്കുകൾ ചെയ്യാനോ നമുക്ക് തോന്നില്ല. ഇന്ന് നമ്മൾ തിരിച്ചറിയുന്നു, ഞാൻ ഇതാണ്, എന്റെ പൊസിഷൻ ഇതാണ്, ഞാൻ എറ്റേണൽ സെർവന്റ് ഓഫ് കൃഷ്ണ, ഞാൻ കൃഷ്ണനിൽ നിന്ന് വന്ന് കൃഷ്ണനിലേക്ക് പോകണം. ഞാൻ ഈ ഭൗതിക ലോകത്തിൽ വന്ന് ഇങ്ങനെ സുഖമായിട്ട് ദുഃഖമായിട്ടും ഒരു ബന്ധങ്ങളിലും ജനമൃതികളിലും കിടന്നു പോകേണ്ട ആളല്ല, എനിക്ക് പോകേണ്ടടുത്ത് പോകണം എന്ന് മനസ്സിലാക്കി കഴിയുമ്പോഴാണ് യഥാർത്ഥത്തിലുള്ള സ്പിരിച്വൽ അവേക്കനിങ് ഉണ്ടാവുന്നത്. അതുകൊണ്ട് നമ്മൾ ഒരു അമ്പലത്തിൽ പോയതുകൊണ്ടും നാമം ജപിച്ചതുകൊണ്ടും മാത്രം നമുക്കൊന്നും അറിയില്ല. പ്രഭുപാദരുടെ പോലുള്ള മഹാജനങ്ങളുടെ പാദപിന്തുണ, അവര് പ്രഹ്ലാദ മഹാരാജനെ പോലെ നമ്മളൊരു ഭജനാനന്ദി മാത്രമല്ല, ഒരു ഗോഷ്ഠിയാനന്ദി കൂടിയാണ്. ഈ ഭക്തി പ്രചരിപ്പിക്കുന്നു, സ്പിരിച്വൽ നോളജ്, ഫിലോസഫിക്കലി അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവുന്നു. അതിനാണ് ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പൊ നമ്മള് ഇത് വായിക്കണം. വെറും ഒരു പാരായണങ്ങളോ അത്രമാത്രം ചെയ്താൽ മാത്രം പോരാ.
ഇത്രയും നോളജ് നമുക്ക് നേടിയെടുക്കണം. സോ ഇതൊക്കെ ഇത്രയും നോളജ് എല്ലാം നേടിക്കഴിഞ്ഞ അവരെല്ലാവരും ഗോപികമാർ. അവരെല്ലാവരും അവർക്കൊന്നും ഒരു വേദഗ്രന്ഥങ്ങളുണ്ടോ ജ്ഞാനമോ ഒന്നുമില്ല. അവരൊന്നും പഠിച്ചിട്ടില്ല. അങ്ങനെയുള്ള ഒരു കാര്യങ്ങളില്ല. പക്ഷെ അവർക്ക് ഇത്രയൊക്കെ സ്റ്റേജിലെത്തിയ ആൾക്കാർക്കാണ് ഇതൊക്കെ വരുള്ളൂ. അവരതിനൊക്കെ അപ്പുറത്തേക്ക് എത്തിയ ആൾക്കാരാണ്. അവരെ സ്വയം ഭഗവാന് വേണ്ടി കൊടുക്കാൻ തയ്യാറായിട്ടുള്ള ആൾക്കാരുകളാണ്. ഇതാണ് സ്വാഭാവികമായ സ്പോണ്ടേനിയസ് ലവ്, രാഗാത്മിക ഭക്തി. ഗോപികമാരുടെ രാഗാനുക ഭാവം എന്ന് പറയുന്നത് അവരെ അനുഗമിക്കുകയാണ് രാഗാനുക ഭാവം. അപ്പൊ വൈദ്യഭക്തിയിലാണെങ്കിൽ നമ്മൾ കറക്റ്റ് ഫോർ റെഗുലേറ്ററി പ്രിൻസിപ്പിൾ പാലിക്കണം. 16 തവണ ചാൻഡ് ചെയ്യണം. അവിടെയും നമ്മൾ ഒഫൻസിലെസ്ലി ചാൻഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഡെഫിനറ്റ്ലി നമുക്ക് കൃഷ്ണപ്രേമം എത്താൻ പറ്റും. സ്പോണ്ടേനിയസ് ലവ് നമുക്ക് വരാൻ പറ്റും. ഇപ്പൊ നമ്മള് വൈദിക ഭക്തി തന്നെ നിൽക്കുകയാണ്. അതിൽ നിന്ന് ആ വൈദിക ഭക്തിയുടെ സാധന ഭക്തിയിൽ നിന്ന് രാഗാനുക ഭക്തിയിലേക്ക് കടക്കുമ്പോൾ ഭാവ സ്റ്റേജിൽ എത്തും. ആ രാഗാനുക ഭക്തിയിൽ നിന്ന് അടുത്ത ലെവലിലേക്ക് കിടക്കുമ്പോൾ പ്രേമ ഭാവത്തിലേക്ക് എത്തും. ആ എത്തിയ ആൾക്കാരാണ് ഗോപികമാര്. അതുകൊണ്ടാണ് അവർക്ക് കാമത്തിന്റെ യാതൊരു ലാഞ്ചനയും ഇല്ല എന്ന് പറയുന്നത്. കാമം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ദ്രിയങ്ങളെ സംതൃപ്തിപ്പെടുത്തുക, പ്രേമ എന്ന് പറയുന്നത് കൃഷ്ണന്റെ ഇന്ദ്രിയങ്ങളെ സംതൃപ്തിപ്പെടുത്തുക. അതാണ് ഇത്. ഇസ് കമ്പയറിംഗ് ഉരുകിയ സ്വർണം പോലെ നിർമ്മലവും ഉജ്ജ്വലവും വിശുദ്ധവുമാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഭഗവാൻ എന്ന് പറയുന്നത് പൂർണ്ണശുദ്ധോ നിത്യമുക്തോ അഭിന്നത്വാൻ നാമനാമോ. ഭഗവാൻ അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഭഗവാന്റെ നാമം ജപിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് ഈ ഒരു സ്റ്റേജിലേക്ക് എത്താൻ പറ്റും. അത് മാത്രമാണ് ഇവിടെ ഒരു സൊല്യൂഷൻ. നമുക്ക് അതുകൊണ്ടാണ് പ്രഭാതര് ഹരേകൃഷ്ണ മഹാമന്ത്രം ഇത്രയും ഭഗവാന്റെ നാമശക്തിയും നാമരൂപവും നാമഭാവവും ഭഗവാന്റെ അന്തരംഗ ശക്തിയുടെ ആത്മീയ ശക്തിയുടെ ഭാവം ഉൾപ്പെടുത്തിയിട്ടുള്ള മന്ത്രം നമുക്ക് തന്നിട്ടുള്ളത്. സോ അടുത്ത ശ്ലോകത്തിൽ പറയുന്നത് കൃഷ്ണേര സഹായ ഗുരു ബാന്ധവ പ്രേയസി ഗോപിക ഹയേന പ്രിയ ശിഷ്യ സഖി ദാസി. വിവർത്തനം ഗോപികമാർ ഭഗവാൻ കൃഷ്ണന്റെ സഹായികളും ഗുരുക്കന്മാരും സുഹൃത്തുക്കളും പത്നിമാരും പ്രിയ ശിഷ്യകളും സഖികളും വൃത്തികളുമാണ്. സോ വീണ്ടും അടുത്ത ശ്ലോകത്തിലും ഇത് തന്നെ പറയുന്നത്. സോ സഹായ ഗുരുവ ശിഷ്യ ബുദ്ധിഷ ബാന്ധവ ശ്രിയ സത്യം ബദാമി തേ ഭാരതക്കോപ്യാക്കി മേ ഭവന്തീന. അല്ല വിവർത്തനം ഭവിഷ്യപ്പ അല്ലയോ ഭാരത, ഞാൻ നിന്നോട് സത്യമാണ് പറയുന്നത്. ഗോപികമാർ ഗുരുക്കന്മാരും ശിഷ്യകളും വൃത്യരും സുഹൃത്തുക്കളും പത്നിമാരുമാണ്. അവർ എനിക്ക് എന്താണല്ലാത്തതെന്ന് എനിക്കറിയാം. ആക്ച്വലി ഒരു പരമ പ്രേമത്തിന്റെ കാമുഷ്ടയുടെ ഏറ്റവും ഒരു ഭാഗം എന്ന് പറയുമ്പോ എനിക്കെല്ലാമാണ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലാണ്. എനിക്കെല്ലാമാണെന്ന് പറഞ്ഞാൽ ബിയോണ്ട്, അതായത് അവിടെ ഈ ലോകത്ത് ഇന്റൻസ് ലവ്, അതായത് ഒരാളിലും അത് തോന്നില്ല. നമ്മൾ ഭാര്യ ഭർത്താവ് മക്കൾ എല്ലാവരുടെ അറ്റാച്ച്മെന്റ് ഉണ്ട് ബോഡ്ലി പ്ലാറ്റ്ഫോമിലാണ്. സോ അതിൽ നിന്നൊക്കെ അപ്പുറത്തേക്ക് ഒരു ലവ്, അത് സോളിന്റെ തലത്തിൽ മാത്രമേ ഉണ്ടാവൂ. അതാണ് ആ ഒരു ഇവിടെയും നമുക്ക് അത്തരം ആത്മാക്കൾ അങ്ങനെയൊക്കെ സോളിന്റെ തലത്തിൽ ഉണ്ടാവാം. ഭഗവാനിലേക്ക് എത്തുന്ന ആത്മാക്കൾ. ഇപ്പൊ സോൾ ടു സോൾ കോണ്ടാക്ട് എന്ന് പറയാൻ തോന്നി. സോ ഇവിടെയൊന്നും നമ്മൾ വിചാരിക്കുന്ന സ്നേഹമൊന്നും യഥാർത്ഥ ലവ്. കാരണം മിണ്ടിയാലും കണ്ടില്ലെങ്കിലും എനർജറ്റിക്കലി സെയിം ആയിട്ടുള്ള ആൾക്കാർ, ബോഡി മൈൻഡ് സോൾ അലൈൻമെന്റിൽ അവർക്ക് അറിയാൻ പറ്റും ഒരു സോൾ കണക്ഷൻ ഉണ്ട്. അല്ലെങ്കിൽ അതുകൊണ്ട് അതേപോലെയാണ് നമുക്ക് ഭഗവാനോട് സോൾ കണക്ഷൻ ഉണ്ടെന്ന് നമ്മൾ തിരിച്ചറിയുന്നത് എപ്പോഴാണ് നമ്മള് എനർജറ്റിക്കലി നമ്മളെ സ്പിരിച്വലായിട്ട് നമ്മൾ തിരിച്ചറിയാൻ തുടങ്ങുമ്പോഴാണ്. നമ്മൾ അത് അറിയാത്തതുകൊണ്ടാണ് ഇവിടെയൊക്കെ എല്ലാവരും സ്നേഹിക്കുന്നത് ബോഡിലി പ്ലാറ്റ്ഫോമിലാണ്. അതൊന്നും വലിയൊരു സ്നേഹമല്ല, ഒരിക്കലും സ്നേഹമല്ലോ. ആ സ്നേഹത്തിന് യാതൊരു അർത്ഥവും ഇല്ല. അതുകൊണ്ട് ഇതിന് വേസ്റ്റ് ഓഫ് ടൈമാണ് നമ്മൾ ചെയ്യുന്നത്. സോ അതിന്റെ അർത്ഥം നമ്മളാരും നമ്മുടെ ഡ്യൂട്ടി ചെയ്യേണ്ടതെന്നോ നമ്മുടെ ഇതുകൾ ചെയ്യേണ്ടതെന്നല്ല. സോ അതൊരു പാർട്ടാണ്. ഈ ഭൗതിക ലോകത്തിൽ വന്നാൽ ഒരു പാർട്ടാണ്. യഥാർത്ഥത്തിലുള്ള ബന്ധവും കണക്ഷനും കിടക്കുന്നത് യഥാർത്ഥത്തിലുള്ള അത് മനസ്സിലാവും. ഇതെല്ലാം ഈ ലോകത്തിന്റെ ബോധം മനസ്സിലാവും. സോ പാർട്ട് ഓഫ് ദ റോൾ, ആ റോള് ബോഡി പ്യൂരിഫൈ ആവാൻ വേണ്ടിയിട്ട്, കർമ്മ ക്ലിയറൻസ് നടക്കാൻ വേണ്ടിയിട്ട് ശരീരം കൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങൾ ചെയ്യും. സോ മൈൻഡിനെ ത്രാണനം ചെയ്യാൻ, മനസ്സിനെ ത്രാണനം ചെയ്യാൻ മന്ത്രം ജപിച്ച് പ്യൂരിഫൈ ചെയ്ത് സോൾഫുള്ളി സോള് ഭഗവാനുമായിട്ട് കണക്റ്റഡ് ആകും. സോ അതുകൊണ്ട് തന്നെ ഭഗവാൻ പറയുന്നത്, ഞാൻ പറഞ്ഞത് നിന്നോട് സത്യമാണ്. ഗോപികമാർ എനിക്ക് സഹായികളും ഗുരുക്കന്മാരും ശിഷ്യകളും ഭൃത്യന്മാരും സുഹൃത്തുക്കളും പത്നിമാരുമാണ്. അവർ എനിക്ക് എന്താണെന്നല്ലാത്തതെന്ന് എനിക്കറിയാം.
എനിക്കറിയില്ല. അതായത് അത്രയ്ക്കും ഡിവൈൻ ലവ് ആണ് അവർ. ഡിവൈൻ ലവ് അനുഭവിക്കുന്നവരാണ്. ഡിവൈൻ ലവ് അനുഭവിക്കുന്നവർക്ക് മാത്രമാണ് ആ പൂർണ്ണത, ആ ഒരു സ്ഥാനം കൊടുക്കാനായിട്ട് സാധിക്കുള്ളൂ. ഒരേ സമയം തന്നെ അമ്മയാവും, കാമുകിയാവും, ഭാര്യയാവും, മകളാവും, സഹോദരിയാവും, ഏത് റോളും അവിടെ സാധിക്കും. കാരണം ഫുൾഫിൽ ആവും. ഒരമ്മയ്ക്ക് അമ്മയുടെ റോള് കാണിക്കാൻ പറ്റും, ഒരു ഭാര്യയ്ക്ക് ഭാര്യയുടെ റോളെ കാണിക്കും, ഒരു സഹോദരിക്ക് സഹോദരി റോളെ കാണിക്കും, സുഹൃത്തിന് സുഹൃത്തിന്. ബട്ട് ഡിവൈൻ ലവില് സോൾ കോണ്ടാക്ട്, സോൾഫുള്ളി സ്നേഹിക്കുന്ന വ്യക്തികളിലേക്ക് ഇതെല്ലാം ആവാൻ, അറ്റ് എ ടൈം ഒരു വ്യക്തിക്ക് എല്ലാം ആവാനായിട്ട് ഫുൾഫിൽമെന്റ് ആണ്. സോ ഒന്നിനും തേടി വേറെ എടുത്ത് പോകേണ്ട ആവശ്യമില്ല, കംപ്ലീറ്റിലാണ് ഇവിടെ ഭഗവാൻ പറഞ്ഞു. ഈ ശ്ലോകം ഗോപി പ്രേമാമൃതത്തിൽ ശ്രീകൃഷ്ണ ഭഗവാൻ പറയപ്പെട്ടതാണ്. ഗോപിക, അടുത്ത ശ്ലോകം, ഗോപിക ജാനേന കൃഷ്ണ പ്രേമസേവ പരിപാടി നിഷ്ഠ സമീഹിത എന്ന് പറയുന്നു. വിവർത്തനം: ഗോപികമാർക്ക് കൃഷ്ണന്റെ ഇച്ഛകൾ അറിയാം, അവിടുത്തെ സന്തോഷത്തിനു വേണ്ടി പ്രേമഭരിത സേവനം എങ്ങനെയാണ് നിർവഹിക്കേണ്ടതെന്നും അവർക്കറിയാം. അവർ അവരുടെ പ്രിയതമന്റെ സംതൃപ്തിക്ക് വേണ്ടി തങ്ങളുടെ സേവനം വിദഗ്ധമായി നിർവഹിക്കുന്നു. എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ കൃഷ്ണനെ സംതൃപ്തിപ്പെടുത്താൻ വേണ്ടി നാരദർ പറഞ്ഞ ആ ഒരു കഥയ്ക്ക് എല്ലാവർക്കും അറിയാം. സോ അവര് എന്ത് പാപം സഹിക്കാനും വേണം അവര് തയ്യാറാണ്. കാരണം അവരെ സംബന്ധിച്ച് പാപമൊന്നും അവർക്കൊരു വിഷയമേ അല്ല. ഭഗവാൻ എങ്ങനെ സംതൃപ്തനായിരിക്കണം, ഭഗവാൻ എങ്ങനെ ഹാപ്പി ആയിരിക്കണം ചിന്തിക്കുള്ളൂ. ദാറ്റ്സ് അവർ മോട്ടീവ്. അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഹൗ ടു പ്ലീസ് കൃഷ്ണ എന്നുള്ളതാണ്. സോ ഗോപികമാർക്ക് കൃഷ്ണന്റെ ഇച്ഛകൾ അറിയാം. കൃഷ്ണൻ, അതായത് നമ്മളെ സ്നേഹിക്കുന്ന നമ്മൾ ആത്മാർത്ഥമായിട്ട് മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയെ കുറിച്ച് നമ്മൾ അവരുടെ ആഗ്രഹങ്ങൾ എന്താണെന്നറിയാം. അപ്പൊ അവരുടെ ആഗ്രഹങ്ങൾക്ക് അനുസരിച്ച് നമുക്ക് ചെയ്തു കൊടുക്കും. ഇവിടെ നമുക്ക് ആരെയും കുറിച്ച് അത്രമാത്രം അവരുടെ ആവശ്യം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിക്കൊള്ളുന്നില്ല. അതുകൊണ്ടാണ് ഇവിടെ എപ്പോഴും പരാതിയും പരിഭവവും. കാരണം നമുക്ക് ആർക്കും അത്രയ്ക്കും അവരെ സാറ്റിസ്ഫൈ ചെയ്യേണ്ട രീതിയിൽ പെരുമാറാൻ അറിയില്ല. കാരണം അവരെന്താണെന്ന് പൂർണ്ണമായി മനസ്സിലാക്കി അവർക്കനുസരിച്ച് പെരുമാറാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ എപ്പോഴും ഇവിടെ പരാതികളുള്ളൂ, പരിഭവങ്ങളുള്ളൂ. എന്ത് ചെയ്തു കൊടുത്താലും ഒരു ഉപകാരവുമില്ല, ഉപദ്രവം മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം നമ്മൾ ചെയ്തു കൊടുക്കുന്ന ഒരു ചെറിയ സേവനത്തിന് പോലും അവർക്കൊരു മതിപ്പില്ല. കാരണം അവർ അതിനൊക്കെ അപ്പുറത്താണ് അവരുടെ ചിന്തകളും. അത് മനസ്സിലാക്കാനായിട്ട് നമ്മൾക്ക് ഭൗതിക തലത്തിൽ സാധിക്കുന്നില്ല. സോ അവിടെ ഒരു കംപ്ലീറ്റ്നെസ് ഇല്ല, അവിടെ ആ ഒരു ബന്ധം മുറിയാണ്. അതേ സ്ഥാനത്ത് ഗോപികമാർക്ക് അങ്ങനെയല്ല. കൃഷ്ണന്റെ ഇച്ഛകള് നന്നായി അറിയാം. കാരണം അവര് ശരീരതലത്തിലും മാനസിക തലത്തിലും അല്ല, ആത്മീയ തലത്തിലാണ്. അവർ ആത്മീയ തലത്തിൽ കണക്റ്റഡ് ആയിട്ടുള്ള അതുകൊണ്ട് അവർക്ക് അതറിയാൻ സാധിക്കും. അവിടുത്തെ സന്തോഷത്തിന് വേണ്ടി പ്രേമപരിധിത സേവനങ്ങൾ എങ്ങനെ നിർവഹിക്കണമെന്ന് അവർക്ക് അറിയും. ഭഗവാൻ എങ്ങനെയാണ് ഒരു പ്രേമഭക്തിയുത സേവനം ചെയ്യേണ്ടതെന്ന് അവർക്ക് അറിയും. എത്രയും ശ്രേഷ്ഠമായിട്ടുള്ളത് ഭഗവാൻ. അതുകൊണ്ടാണ് അവർ ഭഗവാന്റെ ഗ്ലോറിഫിക്കേഷൻ പാടിക്കൊണ്ടിരിക്കുന്നത്. ഭഗവാൻ ഈ ഓരോ നിമിഷത്തിലും അവർ ഉള്ളിലും ഉറപ്പിലും ഭഗവാനെ സ്മരിക്കുന്നത്. ഭഗവാനെ നിരന്തരം സ്മരിക്കുക, ഭഗവാന്റെ ലീലകൾ ഓർക്കുക. ഒരു കണ്ണടയ്ക്കുന്ന നിമിഷം പോലെ അവർക്ക് ഭഗവാൻ ഓർക്കാതിരിക്കാനായിട്ട് പറ്റില്ല. നമുക്ക് ആ ഒരു ഫീലാണ്. നമുക്ക് ചില ദിവസങ്ങൾ ഭഗവാന്റെ സേവനങ്ങൾ മര്യാദയ്ക്ക് നടന്നില്ലെങ്കിൽ, ഭഗവാന്റെ നാമം മര്യാദയ്ക്ക് ജപിച്ചില്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു വല്ലാത്ത ഇൻസെക്യൂരിറ്റീസ് ഫീൽ ചെയ്യും. അതാണ് നമുക്ക് ആ ഡിവൈൻ യൂണിയൻ നടക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാവും. നമുക്ക് നമ്മളുടെ വ്യർത്ഥതാബോധം വരും, എവിടെയോ എന്തോ ഒരു മിസ്സിങ്. നമുക്ക് ഒന്നും എന്തൊക്കെ അന്നത്തെ ദിവസം നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഭഗവാനോടുള്ള ആ ഒരു പ്രേമഭക്തിയുടെ സേവനത്തിലേക്ക് നമ്മൾ കണക്റ്റഡ് അല്ല എന്നുണ്ടെങ്കിൽ, ആ ഡിവൈൻ ലവില് നമ്മൾ നിൽക്കണില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സംതിങ് ലൂസ്, എന്തോ ഒരു മിസ്സിംഗ് പാർട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഇത് അത്രയും സ്നേഹമുള്ളടത്ത് മാത്രമേ ആ മിസ്സിംഗ് പാർട്ട് ഫീൽ ചെയ്യുള്ളൂ. അതേപോലെ തന്നെ ആ ഒരു ഭഗവാൻ വളരെ സെന്റിമെന്റ് ആണ്. ഒരു ഭക്തന്റെ ആ ഒരു സ്നേഹപരിതമായിട്ടുള്ള സേവനം കിട്ടിയില്ലെങ്കിൽ ഭഗവാനും ഫീൽ ചെയ്യും. അത് ഭക്തനും മനസ്സിലാവും, ഭഗവാനും മനസ്സിലാവും. അതാണ് ആ കണക്ഷൻ എന്ന് പറയുന്നത്. അത്രയും ഡീപ്പ് കണക്ഷൻ കൊണ്ട് അത് മനസ്സിലാവും. ആ ഒരു എന്താണ് ഏതമാം പ്രപഞ്ചത്തെ താം സുധർഭജാമി, നീ എപ്രകാരമാണ് എന്നോട് എടുക്കുന്നത് പ്രകാരം തന്നെ ഞാൻ നിന്നോട് റെസിപ്രോക്കേറ്റ് ചെയ്യും. സോ പ്രേമപരിത സേവനം എങ്ങനെയാണ് നിർവഹിക്കേണ്ടതെന്ന് അവർക്കറിയാം. അവർ അവരുടെ പ്രിയതമന്റെ സംതൃപ്തിക്ക് വേണ്ടി തങ്ങളുടെ സേവനം വിദഗ്ധമായി നിർവഹിക്കും. ഇവിടെ ഭാര്യ ഭർത്താവിന്റെ എത്ര ഒരു ചേസ്റ്റീസ് വുമൺ അല്ലെങ്കിൽ ഭർത്താവിന്റെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ ഭക്തന്മാരെ സംബന്ധിച്ച് ഇവിടെ ഒരു ഫെമിനിയൻ ക്യാരക്ടർ എന്ന് പറഞ്ഞ സോളുകളെല്ലാം ഫെമിനിയൻ ആണ്. പുരുഷൻ എന്ന് പറയുന്നത് കൃഷ്ണൻ മാത്രമാണ്. ഭക്താറാം യജ്ഞ തപസാം സർവ്വലോക മഹേശ്വരം. ഇവിടുത്തെ ഭോക്താവും എല്ലാം
എൻജോയ് ചെയ്യുന്നതും ഇവിടെ പുരുഷൻ എന്ന് പറയുന്ന ഏക പുരുഷൻ കൃഷ്ണൻ മാത്രമാണ്. ബാക്കി എല്ലാവരും നമ്മൾ സ്ത്രീ പുരുഷ ഭേദമന എല്ലാവരും ഫെമിനിയൻ ആണ്, പ്രകൃതിയാണ്. സോ എല്ലാവരുടെയും കോൺസ്റ്റിറ്റ്യൂഷണൽ പൊസിഷൻ എന്ന് പറയുന്നത് ടു സെർവ് കൃഷ്ണ ആണ്. അതാണ് അവരുടെ പൊസിഷൻ എന്ന് പറയുന്നത്. സോ ഇവിടെ ആരും ഭൗതിക ലോകത്തിൽ ആരും കറക്റ്റായിട്ട് സേവനം നടക്കുന്നില്ല, ചെയ്യുന്നില്ല. അതേ സ്ഥാനത്ത് ഭഗവാന് വേണ്ടിയിട്ട് നമ്മൾ സേവനം ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭഗവാൻ ഈച്ച് ആൻഡ് എവറി സ്റ്റെപ്പിലും നമ്മളെ എൻകറേജ് ചെയ്യിപ്പിച്ച് നമ്മളെ കൂടുതൽ കൂടുതൽ ഭഗവാനിലേക്ക് അടുക്കുക. ഇവിടുത്തെ സ്നേഹത്തിനും ബന്ധത്തിനും എത്ര കാലത്ത് അടുപ്പമുണ്ട്? കുറച്ചുള്ള കണ്ടീഷനിലാണ്. ഇന്നത് കിട്ടുകയാണെങ്കിൽ ഇന്നത് ഓക്കെ. അത് കഴിഞ്ഞ ആള് മരിച്ചു പോയാൽ കുറച്ചു നേരം ആ ബോഡിക്ക് മുമ്പിൽ ഇരുന്ന് കരയും, ഇപ്പൊ 1 വർഷം കരയും, കഴിഞ്ഞു, ഫിനിഷ്. ബട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ലവ് ആണ് ഭഗവാനുമായിട്ട്. ആ കണക്ഷൻ ഒരിക്കലും കുറയുന്നില്ല. നമ്മൾ എപ്പോൾ പുനഃസ്ഥാപിക്കപ്പെട്ടു അന്ന് മുതൽ നമുക്ക് കൂടുതൽ കൂടുതൽ നമുക്ക് ഭഗവാൻ നമ്മളുമായിട്ട് അടുക്കാൻ ഭഗവാൻ അവസരം തരും. കാരണം ഭഗവാന് നമ്മളെ ആവശ്യമാണ്. ഈ ലോകത്തിൽ നമുക്ക് നമ്മളെ ആർക്കും ആവശ്യമില്ല. നമ്മളെയൊക്കെ ഉപയോഗിക്കാൻ മാത്രമേ ആൾക്കാർക്ക് ആവശ്യമുള്ളൂ. ബട്ട് ഭഗവാൻ അങ്ങനെയല്ല. നമ്മൾ ഉപയോഗിക്കുന്നത് ഭഗവാൻ നമ്മളെ ഇവിടെ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഭഗവാന്റെ നാമിലേക്ക് കൊണ്ടുവരാനും ഭഗവാനുമായിട്ടുള്ള എറ്റേണൽ ലവ് റിലേഷൻഷിപ്പ് നിലനിർത്തിക്കൊണ്ടു പോകാൻ, ശാശ്വതമായിട്ടുള്ള നമ്മുടെ ജീവിതത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ആരും നമുക്ക് നല്ലതിന് വേണ്ടിയിട്ടില്ല, അവരവരുടെ സംതൃപ്തിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഇവിടുത്തെ സ്നേഹം. അത് നമ്മൾ മനസ്സിലാക്കി നമ്മളുടെ സുപ്രീം ഡെസ്റ്റിനേഷൻ അല്ലെങ്കിൽ നമ്മളുടെ ഡിവൈൻ ലവ് എവിടെയാണ്, നമ്മുടെ ജീവിതം എന്താണ്, നമ്മൾ എന്തിനാണ് ജീവിക്കുന്നത്, അത് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ഭഗവാന് വേണ്ടിയിട്ടുള്ള സേവനങ്ങൾ നമ്മൾ ഒരിക്കലും വേണ്ട എന്ന് വെക്കില്ല. നമ്മൾ അതിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യും. സോ അതുകൊണ്ട് അവർ പ്രിയതമനെ സംതൃപ്തിക്കേണ്ട അവരുടെ സേവനം വിദഗ്ധമായി നിർവഹിക്കും. നമ്മളും നമ്മുടെ സേവനം വിദഗ്ധമായിട്ട് നിർവഹിക്കണം. ഇനി ഏത് സിറ്റുവേഷനിലും ഭഗവാന് വേണ്ടി സേവനത്തിന് വേണ്ടി നമ്മൾ പട്ടിണി കിടക്കേണ്ടി വന്നാലും പൊരുതി മരിക്കേണ്ടി വന്നാലും എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും ആയിരിക്കണം നമുക്ക് ഭഗവാൻ എന്ന് പറഞ്ഞു. കൃഷ്ണ ഇസ് അത്രയും ഭഗവാന്റെ ബ്യൂട്ടിയിൽ ഇത്രയും ആകർഷരാവാത്തവരാകണം. ആ ഒരു ലവ് നമുക്ക് അനുഭവിച്ചറിയാൻ സാധിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ആ ഒരു ഇത് നമ്മൾ വിടില്ല. ഭൗതിക ലോകത്തിനോടൊക്കെ നമുക്ക് ആസക്തി പോകും, ഡെഫിനറ്റ്ലി പോകും. അതാണ് ശരിയായിട്ടുള്ള സേവനം എന്ന് പറയുന്നത്. സോ മന്മാഹാത്മ്യം മത്സപേര്യം മത്ശ്രദ്ധ മനോഗതം ജാനന്തി ഗോപിക പാർത്ഥ നാനിയെ ജാനന്തി. ഗോപികമാർക്ക് എന്റെ മഹാത്മ്യവും സേവനവും മനോഗതവും എന്നെ ബഹുമാനിക്കാനും അറിയാം. മറ്റുള്ളവർക്ക് യഥാർത്ഥത്തിൽ അറിയാൻ കഴിയും. യഥാർത്ഥത്തില് നമുക്കാർക്കും ഭഗവാനെ അറിയാൻ സാധിക്കുന്നില്ല. ഭഗവാൻ ഗോപികമാർക്കാണ് മനസ്സിലാക്കാൻ സാധിക്കും. ഭഗവാനെ നമുക്ക് കടുകൊടി പോലെ മനസ്സിലാക്കാനായിട്ട് സാധിച്ചില്ല. നമുക്ക് അങ്ങനെ മനസ്സിലാവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഇരിക്കാനായിട്ട് സാധിക്കില്ല. നമ്മൾ ഇവിടെ ഇത്രയും നമ്മുടെ ടൈം വേസ്റ്റ് ചെയ്യുന്നു. നമ്മൾ ഭൗതിക ലോകത്തിലുള്ള ബന്ധങ്ങൾക്കും അവരങ്ങനെ പറഞ്ഞു ഇവരങ്ങനെ പറഞ്ഞു ഇങ്ങനൊന്നും നമ്മൾ നെവർ മൈൻഡ്. നമുക്കറിയാം നമുക്കിതൊന്നും അല്ല ആവശ്യം. ബട്ട് ഗോപികമാർ അങ്ങനെയല്ല. വീട്ടിലെ മക്കൾ ഉറക്കുണ്ടാവും, പാല് കൊടുക്കുന്നുണ്ടാവും, ഭർത്താവിന്റെ അടുത്ത് ഇരിക്കുന്നുണ്ടാവും, പിടിക്കുന്നുണ്ട്. പക്ഷെ അവരെ ചിന്തയിൽ മുട്ടം അതൊന്നുമല്ല, അവർക്ക് കൃഷ്ണനെ മാത്രം. അപ്പൊ ആ സേവന മഹാത്മ്യവും സേവനവും മനോഗതവും എന്നെ ബഹുമാനിക്കാനും അവർക്കറിയാം, മറ്റുള്ളവർക്ക് യഥാർത്ഥത്തിൽ അവർ. അതുകൊണ്ടാണ് ഗോപി ഭർത്ത കമലയോ ദാസദാസാനുരാഗ ദാസാനും ദാസ എന്ന് ചൈതന്യ മഹാപ്രഭു പറയുന്നു. സോ ഈ ശ്ലോകം ആദ്യ പുരാണത്തിൽ ശ്രീകൃഷ്ണ ഭഗവാൻ അർജുനോട് പറഞ്ഞു. ഇതിനൊക്കെ കുറെ റെഫറൻസ് വേണമെങ്കിൽ എടുക്കാം, പക്ഷെ ഞാനൊന്നും വായിച്ചു നോക്കിയിട്ടില്ല. ജസ്റ്റ് സമയം കിട്ടില്ല, ഒന്നും നോക്കിയിട്ടില്ല. സോറി, ഞാൻ ജസ്റ്റ് ഇത് വായിച്ചു മാത്രമേ ഉള്ളൂ. ഓക്കെ, ഹരേ കൃഷ്ണ. ഐ തിങ്ക് ടൈം 6 o'clock. മാതാജി ഏതാണ്ട് 213 വരെ എടുത്തു. ബാക്കിയെല്ലാം ഈ രാധാറാണി. എത്രയോ നമുക്ക് ഇതിനെ കുറിച്ച് ഗോപികമാരെ കുറിച്ച് റിസർച്ച് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ ഇതിന്ന് പഠിക്കാം, നന്നായിരിക്കും. കാരണം ആ ഒരു ഭാവം നമുക്ക് ഉൾക്കൊള്ളാൻ കുറച്ചെങ്കിലും പറ്റും. താങ്ക് യു സോ മച്ച് ഫോർ സർവിങ് യു. ഹരേ കൃഷ്ണ. ഒന്നും പറയാനൊന്നുമില്ല, ചുമ്മാ ജസ്റ്റ് ഇത് പറഞ്ഞത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഐ തിങ്ക് ഇവിടെ ആരും ഇല്ല, അവരെന്തോ കല്യാണത്തിന് പോയി. അതാ ചെയ്യണ്ടോ? ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വളരെ നന്ദി മാതാജി. നന്ദി മാതാജി, വളരെ നന്ദി. നല്ലൊരു ക്ലാസ് എടുത്തു. വളരെ നന്ദി മാതാജി. താങ്ക് യു. ഓക്കെ, ഹരേ കൃഷ്ണ. ക്യൂറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ പ്രഭു, ക്യൂറ്റ് ചെയ്യുന്നുണ്ട്. ശരി മാതാജി, നന്ദി മാതാജി. ഹരേ കൃഷ്ണ.